Hi dear friends, welcome to Jogboard Stories. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് SCRTയിലെ 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ആണ് സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം എന്നുള്ളത്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്റർ കഴിയുമ്പോൾ ഞാൻ ലാസ്റ്റ് ഈ ചാപ്റ്ററിൽ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന അതായത് നമുക്ക് ഇന്നലെ നടന്ന 10th പ്രിലിംസിന് വരെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ഇതിന് മുമ്പുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് എടുക്കാനുണ്ട്. നമ്മൾ SCRT സീരീസ് ഇടക്ക് വെച്ച് അങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ എക്സാം ഒക്കെ ഒരു ഇത് ഒതുങ്ങിയല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് VFE ആണ്. അപ്പൊ അതിനു മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്ററിലേക്ക് പോകാം. ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ലാസ്റ്റ് ഉണ്ടാകും. അതും കൂടി നിങ്ങൾ എന്തായാലും ആൻസർ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോകാം. ചാപ്റ്ററിന്റെ പേരാണെന്ത്, സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള കഥകളാണ്. എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്തൊക്കെയായിരുന്നു അന്ന് ഫേസ് ചെയ്തിരുന്ന കാര്യങ്ങൾ, എന്തൊക്കെ ചലഞ്ചസ് ആണ് നമ്മുടെ നേതാക്കന്മാർ നേരിട്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നോക്കിക്കേ. ഫസ്റ്റ് തന്നെ പറഞ്ഞിരിക്കുന്നത് ന്യൂഡൽഹിയിൽ തടിച്ചുകൂടുന്ന ജനലക്ഷങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും അവർ വന്നെത്തിയിരിക്കുന്നു. ഉല്ലാസത്തോടെ മണികൾ കിലുക്കിക്കൊണ്ട് നിരനിരയായ കുതിരവണ്ടികൾ, മരചക്രങ്ങൾ ഘടിപ്പിച്ച തട്ടുകളായി നിറയെ ജനങ്ങളെയും വലിച്ചു കൊണ്ടുവരുന്ന ജീനികളും കുളമ്പുകളും ഒക്കെ ഓറഞ്ചും പച്ചയും വെള്ളം നിറയുമുള്ള ചായം കൊണ്ട് വരയിട്ടലങ്കരിച്ച കാളകൾ, ചായം വരച്ചൊരുക്കിയ മേൽത്തട്ടും, ഇങ്ങനെ കുറെ ഫാക്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് എന്താണ്, നെഹ്റു ഒരു പുതിയ കൊടി ഉയർത്താൻ പോവുകയാണ്, നാം സ്വതന്ത്രരായിരിക്കുന്നു. ഓക്കെ, അതായത് അന്ന് സ്വാതന്ത്ര്യം കിട്ടിയ ആ ദിവസം 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് എന്ത് ലഭിക്കുന്നുണ്ട്, സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ട്. ആ സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം അന്ന് രാവിലെ പറയുന്ന കാര്യമാണ് പറയുന്നത്. എന്താണ്, അന്ന് രാവിലെ ഡൽഹിയിലെ നഗരത്തിൽ കണ്ട കാഴ്ചകളെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. കണ്ട, ഇവിടെ അന്നത്തെ ഒരു ജവഹർലാൽ നെഹ്റു പറഞ്ഞൊരു ഫാക്റ്റ് ആണ് പറഞ്ഞത്. കണ്ട, അന്നത്തെ പത്രത്തിൽ വന്നതാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ പ്രധാനമന്ത്രിയുടെ സന്ദേശം പറയുകയാണ്. എന്താണ്, ഒരു പുതിയ നക്ഷത്രം പൗരസ്ത്യ ദേശത്തിലെ സ്വാതന്ത്ര്യത്തിന്റെ നക്ഷത്രം ഉദിക്കുകയാണ്, ഒരു പുതിയ ആശ ഉടലെടുക്കുകയാണ്, ചിരകാല പ്രാർത്ഥിതമായ ഒരു സ്വപ്നം നിറവേറുകയാണ്. ആ നക്ഷത്രം അസ്തമിക്കാതിരിക്കട്ടെ, ആ ആശ വഞ്ചിക്കപ്പെടാതിരിക്കട്ടെ. അതായത് അത്രയും നാളുകള് ബ്രിട്ടീഷുകാർ നമ്മളെ ചൂഷണം ചെയ്ത് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനൊരു അറുതി വരാൻ പോവുകയാണ്. അല്ലെ, ആ നക്ഷത്രം എന്താണ്, അസ്തമിക്കാതിരിക്കട്ടെ എന്നാണ് ആര് പറയുന്നത്, ജവഹർലാൽ നെഹ്റു പറയുന്നത്. ഇന്ത്യ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങൾ ഡൽഹിയിലേക്ക് ഒഴുകിയെത്തി. നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുന്നതിനോടൊപ്പം ഇന്ത്യ, പാകിസ്ഥാൻ എന്നിങ്ങനെ 2 സ്വതന്ത്ര രാജ്യങ്ങളായി വിഭജിക്കപ്പെടുകയും ചെയ്യുന്നു. അതിനാൽ ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യദിനം സന്തോഷത്തിനൊപ്പം എന്താണ്, സന്താപവും നിറഞ്ഞ അവസ്ഥയായി. കാരണം ഓക്കെ, ഇന്ത്യ പാകിസ്ഥാനായിട്ട് വിഭജിക്കുകയാണ്. അപ്പൊ അതുവരെയും ഒറ്റ രാജ്യമായിട്ട് നിന്നിരുന്ന നമ്മൾ ഇവിടെ എന്താണ്, പാകിസ്ഥാനിലെ ആൾക്കാരുണ്ട്, ഇവിടെ ഇന്ത്യയിലെ ആൾക്കാരുണ്ട്, ഇവരൊക്കെ എന്താണ്, ബന്ധുക്കളും ഒക്കെ ഉണ്ടാകും, കൂട്ടുകാരും ഒക്കെ ഉണ്ടാകും. അത് 2 രാജ്യമായിട്ട് വിഭജിക്കുകയാണ്. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, നമുക്ക് ആ ഒരു പ്രദേശത്തുള്ളവർക്ക് ആ ഒരു 2 രാജ്യക്കാരായി മാറാൻ പോവുകയാണ്. അപ്പൊ സന്തോഷവും ഉണ്ട്, ഇന്ത്യ നമ്മുടെ യൂറോപ്യന്മാരുടെ കയ്യിൽ നിന്ന് സ്വതന്ത്രരാകുന്നതിന്റെ സന്തോഷവുമുണ്ട്. അറ്റ് ദ സെയിം ടൈം എന്താണ്, നമുക്കവിടെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പുതിയ രാജ്യമായിട്ട് മാറുകയാണെന്നുള്ളൊരു വിഷമവും കൂടി അവിടെ വരുന്നുണ്ട്. വിഭജനാനന്തര ഇന്ത്യ. നോക്കിക്കേ, ഇന്ത്യയുടെ ഭൂപടമാണ് ഈ തന്നിരിക്കുന്നത്. ഇന്ത്യ വിഭജിച്ചു കഴിഞ്ഞപ്പോൾ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് കണ്ടോ. ഇന്ത്യ വിഭജനത്തിന്റെ വിശദമായ ഭൂപടം തയ്യാറാക്കാനായി ലണ്ടനിലെ പ്രസിദ്ധ അഭിഭാഷകനായ സിറിൽ റാഡ്ക്ലിഫ്, നമുക്ക് പഠിക്കേണ്ട ഒരു പേരാണ് എന്താ, സിറിൽ റാഡ്ക്ലിഫ് എന്നുള്ളത്. സിറിൽ റാഡ്ക്ലിഫിനെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. വിഭജനത്തെ തുടർന്ന് ചില ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ പാകിസ്ഥാന്റെ ഭാഗമായി മാറിയെങ്കിലും ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളും ഇന്ത്യയിൽ തന്നെ നിലനിന്നു. കണ്ട, ഇനി എന്താണ്, ബംഗാൾ, പഞ്ചാബ് എന്നീ പ്രവിശ്യകൾ മാത്രം വിഭജിക്കപ്പെട്ടു. പശ്ചിമ ബംഗാൾ ഇന്ത്യയിൽ നിലനിന്നപ്പോൾ പൂർവ്വ ബംഗാൾ എന്ത് ചെയ്തു, കിഴക്കൻ പാകിസ്ഥാനായിട്ട് മാറി. കണ്ട, ഇതാണ് കിഴക്കൻ പാകിസ്ഥാൻ എന്ന് പറയുന്നത്. പശ്ചിമ ബംഗാൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഈ പറയുന്ന സ്ഥലമാണ് എന്ത്, കിഴക്കൻ ഇതെന്ന് പറയുന്നത്. അതെന്തായിട്ട് മാറി, കിഴക്കൻ പാകിസ്ഥാനായിട്ട് മാറുകയാണ്. അതുപോലെ പൂർവ്വ പഞ്ചാബ് ഇന്ത്യയുടെയും പശ്ചിമ പഞ്ചാബ് പാകിസ്ഥാന്റെയും ഭാഗമായിട്ട് മാറി. അപ്പൊ പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ് എന്ത്,
പൂർവ്വ പഞ്ചാബ് എവിടെയായിട്ട് മാറി? ഇന്ത്യക്കായിട്ട് മാറി. പശ്ചിമ പഞ്ചാബ് എന്തായിട്ട് മാറി? പാകിസ്ഥാന്റെ ഭാഗമായിട്ട് മാറി. കൂടാതെ അസമിൽ നടത്തിയ ഹിതപരിശോധനയെ തുടർന്ന് സിൽഹെറ്റ് അപ്പൊ എന്തായിട്ട് മാറുന്നുണ്ട്? കിഴക്കൻ പാകിസ്ഥാന്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. അപ്പൊ പഠിച്ചു വെക്കേണ്ട ഒരു സ്ഥലമാണ്, പേരാണ് എന്ത്? സിൽഹെറ്റ് എന്ന് പറയുന്നത് അല്ലെ. സിൽഹെറ്റ് എന്തായിട്ട് മാറി? കിഴക്കൻ പാകിസ്ഥാന്റെ ഭാഗമായിട്ട് മാറി. പൂർവ്വ പഞ്ചാബ് ഇന്ത്യയുടെ ഭാഗമായി. പശ്ചിമ പഞ്ചാബ് എന്തായിട്ട് മാറി? പാകിസ്ഥാന്റെ ഭാഗമായി. അതേപോലെ തന്നെ ഇവിടെ എന്താണ്? കിഴക്കൻ ബംഗാൾ എന്തായിട്ട് മാറുന്നുണ്ട് അല്ലെ? പൂർവ്വ ബംഗാൾ എന്താകുന്നുണ്ട്? എന്തിന്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട്? കിഴക്കൻ പാകിസ്ഥാന്റെ ഒരു ഭാഗമായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, വിഭജനാനന്തരം പാകിസ്ഥാന്റെ ഭാഗമായ പടിഞ്ഞാറൻ പഞ്ചാബിൽ നിന്നും അപ്പൊ വിഭജിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തായിട്ട് മാറി? നമ്മൾ പറഞ്ഞു, പടിഞ്ഞാറൻ പഞ്ചാബിൽ നിന്ന് ഹിന്ദുക്കളും സിഖുകാരും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു. അപ്പൊ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം രാഷ്ട്രമായിട്ട് മാറിയപ്പോ ഈ പറയുന്ന പടിഞ്ഞാറൻ പഞ്ചാബ് എന്താണ്? നമ്മുടെ ഇന്ത്യ അല്ലെ, അത് പാകിസ്ഥാന്റെ ഭാഗമായിട്ട് മാറി. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഈ പറയുന്ന ഹിന്ദുക്കളുണ്ട്, സിഖുകാരുണ്ട്, അവരൊക്കെ എന്ത് ചെയ്തു? ഇന്ത്യയിലേക്ക്, അവർക്ക് ഇന്ത്യ മതി എന്നും പറഞ്ഞ് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു. അതേസമയം ഇന്ത്യൻ പഞ്ചാബിൽ നിന്ന് മുസ്ലിങ്ങൾ പാകിസ്ഥാൻ പഞ്ചാബിലേക്ക് മാറി. അതായത് ജസ്റ്റ് ഞാനിപ്പോ പറയുകയാണ്, ഇപ്പൊ ഇതാണ് പഞ്ചാബ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മളിങ്ങനെ രണ്ടായിട്ട് ഭാഗിച്ചു. ഇവിടെ ആരൊക്കെയുണ്ട്? മുസ്ലിങ്ങളുണ്ട്, സിഖുകാരുണ്ട്, ഹിന്ദുക്കളുണ്ട്. ഇവിടെയും ഉണ്ട് മുസ്ലിങ്ങള്, സിഖുകാര്, ഹിന്ദുക്കളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു ഭാഗം എന്തായിട്ട് മാറി? ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറി. ഈ ഒരു ഭാഗം എന്താണ്? പാകിസ്ഥാന്റെ ഭാഗമായിട്ട് മാറി. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ഈ പറയുന്ന ഇവിടെയുള്ള സിഖുകാരും, കാര്യം പാകിസ്ഥാൻ മുസ്ലിം രാഷ്ട്രമാണല്ലോ, അപ്പൊ ഇവിടെയുള്ള ഈ സിഖുകാരും ഹിന്ദുക്കൾക്കൊക്കെ അത് ബുദ്ധിമുട്ടായിട്ട് അവരെല്ലാം നേരെ പലായനം ചെയ്ത് ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ, ഇന്ത്യയുടെ ഭാഗമാകും. ഇനി ഇവിടെയുള്ള നമ്മുടെ ഈ ഒരു പോർഷനിലുള്ള മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അവര് നേരെ പലായനം ചെയ്ത് പാകിസ്ഥാനിലോട്ട് പോകും. അതാണ് ആദ്യമായിട്ട് സംഭവിച്ചൊരു കാര്യം എന്ന് പറയുന്നത്. കണ്ടാ, ഇന്ത്യൻ പഞ്ചാബിൽ നിന്ന് മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് നീങ്ങി. ഇനി ബംഗാൾ വിഭജിതമായെങ്കിലും പഞ്ചാബിൽ സംഭവിച്ച പോലെയുള്ള ഒരു കൂട്ടപ്പാലായനം എന്ത് സംഭവിച്ചില്ല? ബംഗാളിൽ സംഭവിക്കുന്നില്ല. അതായത് ഈ പറയുന്ന പഞ്ചാബിലാണ് ഈ പറയുന്ന ഹിന്ദു മുസ്ലിം ആ ഒരു ഒരു വിഭിന്നതയൊക്കെ വന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയത്. പക്ഷെ ബംഗാളിനെ നമ്മൾ കിഴക്കൻ പാകിസ്ഥാന്റെ ഭാഗമാക്കി മാറ്റിയെങ്കിലും അവിടെ എന്ത് സംഭവിച്ചില്ല? ഒരു പാലായനം അല്ലെ, ഒരു മൈഗ്രേഷൻ അവിടെ ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നു. ഇനി ഇവിടുത്തെ ഒരു പോയിന്റ് ആണ് സിൽഹെറ്റും ഹിതപരിശോധനയും. അപ്പൊ നമ്മൾ പറയുന്നു എന്താണ്, കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞൊരു പേരാണ് അല്ലെ സിൽഹെറ്റ് എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് അസം പ്രവിശ്യയുടെ ഭാഗമായിരുന്നു എന്ത്? സിൽഹെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സിൽഹെറ്റ് എന്ന് പറയുന്നത് എന്തിന്റെ ഭാഗമായിരുന്നു? അസം പ്രവിശ്യയുടെ ഭാഗമായിരുന്നു. 1947 എന്ത് വരുന്നത്? മൗണ്ട് ബാറ്റൻ പദ്ധതി. ഓക്കെ, പഠിച്ചു വെക്കേണ്ട വർഷമാണ് 1947 മൗണ്ട് ബാറ്റൻ പദ്ധതി. പഞ്ചാബിനെയും ബംഗാളിനെയും വിഭജിക്കുന്നതോടൊപ്പം സിൽഹെറ്റിൽ ഹിതപരിശോധന നടത്തുവാൻ ശുപാർശ ചെയ്യുകയും ചെയ്തു. അപ്പൊ ഈ പറയുന്ന സിൽഹെറ്റില് ഹിതപരിശോധന നടത്തണമെന്ന് പറയുന്നുണ്ട് അല്ലെ. അവർക്ക് എങ്ങോട്ട് വേണമെങ്കിലും തീരുമാനിക്കാം, ഒന്നുകിൽ കിഴക്കൻ പാകിസ്ഥാന്റെ ഭാഗമാകാം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗമാകാം എന്നൊരു തീരുമാനം വരുന്നുണ്ട്. അപ്പൊ അതെന്താണ്? അവരുടെ ജനങ്ങളുടെ ഹിതം അറിയണ്ടേ, ജനങ്ങൾക്ക് എന്താണ് ആഗ്രഹം എന്നറിയണ്ടേ. അപ്പോഴാണ് ഈ പറയുന്ന 47 മൗണ്ട് ബാറ്റൻ പദ്ധതി എന്ത് പറയുന്നുണ്ട്? പഞ്ചാബിനെയും ബംഗാളിനെയും വിഭജിക്കുകയും ചെയ്യണം, നിങ്ങൾ അവിടെ എന്തും കൂടി നടത്തണം, അസമിലെ സിൽഹെറ്റില് അവിടെ ഒരു ഹിതപരിശോധന നടത്തണം എന്നും കൂടി പറയുന്നു. തുടർന്ന് നടന്ന ഹിതപരിശോധനയുടെ ഫലമായിട്ടാണ് എന്ത് വരുന്നത്? സിൽഹെറ്റിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും കിഴക്കൻ പാകിസ്ഥാനിൽ ചേരുന്നതിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത്. സിൽഹെറ്റിലെ കരീംഗഞ്ച് പ്രദേശം മാത്രമാണ് അസം പ്രവിശ്യയുടെ ഭാഗമായിട്ട് ഇന്ത്യയോടൊപ്പം നിലകൊണ്ടത്. പഠിക്കേണ്ട പോയിന്റ് ആണ്. പണ്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളിൽ, നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കുകളിൽ ഈ ഒരു പോയിന്റുകളൊന്നും ഉണ്ടായിരുന്നില്ല, സിൽഹെറ്റും ഹിതപരിശോധനയെന്ന്. അപ്പൊ പഠിച്ചു വെച്ചു, സിൽഹെറ്റ് ഹിതപരിശോധനയുടെ ഭാഗമായിട്ടാണ് ഏത് പ്രദേശമാണ് ഇന്ത്യയോട് കൂടി ചേർന്നത്? കരീംഗഞ്ച് എന്ന പ്രദേശം മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന നമ്മുടെ അസം പ്രവിശ്യയുടെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യയോട് കൂടി ചേർന്നത്. ഓക്കെ, ഇന്ത്യയുടെ സ്വതന്ത്ര പ്രാപ്തിയെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ബന്ധം വിടർത്തൽ എന്നായിരുന്നു അന്നത്തെ പ്രമുഖ ദിനപത്രമായ മാഞ്ചസ്റ്റർ ഗാർഡിയൻ വിശേഷിപ്പിച്ചത്. ഓക്കെ, ചോദിക്കാം ചിലപ്പോൾ ഇനി എന്താ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ കയറി ചോദിക്കാം. ഇന്ത്യയുടെ സ്വതന്ത്ര പ്രാപ്തിയെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബന്ധം വിടർത്തൽ എന്ന് പ്രഖ്യാപിക്കപ്പെട്ട അല്ലെങ്കിൽ എന്താണ് പറയുക പ്രഖ്യാപിച്ച ആ ഒരു പത്രത്തിന്റെ പേരെന്തെന്ന് ചോദിക്കാം. എന്താണ്? മാഞ്ചസ്റ്റർ ഗാർഡിയൻ. പഠിച്ചു വെച്ചോ, പ്രമുഖ ദിനപത്രമായിരുന്നു എന്ത്? മാഞ്ചസ്റ്റർ ഗാർഡിയൻ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇപ്പുറത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് വിട്ടുപോയ
കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എടുത്തപ്പോൾ ചില ഈ ബോക്സുകളൊക്കെ വരുമ്പോൾ അങ്ങ് വിട്ടുപോയായിരുന്നു. 1905 ബംഗാൾ വിഭജനത്തിനെതിരായ മുന്നേറ്റത്തിലൂടെ വളർന്ന മതനിരപേക്ഷതയിലൂന്നിയ ദേശീയത. അതായത് എന്തുകൊണ്ടായിരിക്കാം, നമ്മൾ പറഞ്ഞു ആൾക്കാരെല്ലാവരും കൂട്ടപലായനം സംഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം ബംഗാളിൽ ഈ പറയുന്ന കൂട്ടപ്പാലായനം സംഭവിച്ചില്ല എന്നും പറയുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം? നമുക്കറിയാം 1905 ബംഗാളിനെ വിഭജിക്കാൻ ബംഗാൾ വിഭജനം നടക്കുന്നുണ്ട്. ആ സമയത്താണ് ഹിന്ദു മുസ്ലിം ഐക്യമൊക്കെ അവിടെ പറയുന്നത്. ആ ഒരു ഐക്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവിടെ എന്ത് സംഭവിക്കാഞ്ഞത്? ഹിന്ദുക്കളും മുസ്ലിങ്ങളൊക്കെ അവരവിടെ സെറ്റാണ്, അവരവിടെ നല്ല ഐക്യത്തോടു കൂടിയാണ് കഴിയുന്നത്. അതുകൊണ്ടാണ് ബംഗാളിൽ എന്ത് സംഭവിക്കാഞ്ഞത്? കൂട്ടപ്പാലായനം സംഭവിക്കാതിരുന്നത്. ബംഗാൾ ജനതയുടെ ഭാഷാപരമായ ഐക്യം അല്ലെ, ഓക്കെ. അതായത് ബംഗാളി സംസാരിക്കുന്ന, ബംഗാൾ ഇപ്പൊ ജനത ബംഗാളിയാണ്, അല്ലെങ്കിൽ നമ്മൾ മലയാളികളാണ്. ഓക്കെ, നമ്മളിപ്പോ പറയുകയാണ് നമ്മുടെ നാടിനെ ഇപ്പൊ കേരളം എന്ന് പറയുന്ന ഒരു നാട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ എന്ത് ചെയ്യും അവര്? ഇവിടെ നിന്ന് കുറെ പേര് ഹിന്ദുക്കൾ അപ്പുറത്തേക്ക് പോയി മുസ്ലിം, അങ്ങനെ വരില്ല. കാര്യം നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു മതനിരപേക്ഷത ഒരു സംസ്ഥാനമാണ്. അതേപോലെ തന്നെ അവർക്ക് എന്തുണ്ട്? മലയാളം സംസാരിക്കുന്നവർ എന്ന് പറയുന്ന ഒരു ഐക്യമുണ്ട് മലയാളികൾക്ക്, അല്ലെ? നമ്മൾ അല്ലാണ്ട് കളിയാക്കിയൊക്കെ പറയും, തമിഴന്മാരെന്നുള്ള കളിയാക്കി പറയുന്ന ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ തമിഴന്മാര്, കന്നഡികർ, അല്ലെ? അവരെന്താണ്? ഇതാണ് അവരുടെ ഭാഷ വെച്ചിട്ടാണ് മെയിനായിട്ട് നമ്മൾ നമ്മുടെ ആ ഒരു ഐക്യം, അല്ലെ? നമ്മളിപ്പോ പറയും എവിടെ പോയാലും ഒരു മലയാളിയെ കാണാം. അവർക്ക് ഇപ്പൊ UK പോയാലും ഈ പറയുന്ന ചിലപ്പോൾ നമ്മൾ മനുഷ്യവാസങ്ങൾ എവിടെ ചെന്നാലും ഒരു മലയാളികളെ കാണാം. അവർക്ക് മലയാളം സംസാരിക്കുന്നവർ എന്ന് പറയുന്ന ഒരു ഐക്യം മലയാളികൾക്കുണ്ട്. അതേപോലെ തന്നെയായിരുന്നു ബംഗാളിൽ അന്ന് സംഭവിച്ചത്. ആ ബംഗാൾ ജനതയുടെ ഭാഷാപരമായ ഒരു ഐക്യം ഉണ്ടായത് കൊണ്ടാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലായനം ചെയ്യാണ്ട് അവരെവിടെയാണോ നിന്നത് അവരവിടെ തന്നെ സ്റ്റേ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. ബ്രഹ്മപുത്ര നദിയും അവയുടെ പോഷക നദികളും ഇരു രാജ്യങ്ങളിലേക്കുമുള്ള പെട്ടെന്നുള്ള പലായനത്തിന് വിഘാതമായി. അതായത് ഇപ്പൊ ഞാനിപ്പോ പറയാണ്, ഇവിടെ വലിയൊരു നദിയുണ്ട്, ഓക്കെ. എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകാനായിട്ട് പെട്ടെന്നൊന്നും അങ്ങനെ ചാടിക്കടന്ന് പോകാൻ പറ്റില്ല. അവിടെ വലിയൊരു നദിയാണ്. അതായത് ബ്രഹ്മപുത്ര നദിയും അവയുടെ പോഷക നദികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ രണ്ട് രാജ്യങ്ങളെ തമ്മിൽ വേർതിരിക്കാനായിട്ട് തുടങ്ങി. സ്വാഭാവികമായിട്ടും ആൾക്കാർ എളുപ്പത്തിലൊന്നും അപ്പുറത്തേക്ക് ചാടിക്കടക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ബംഗാളിൽ ഈ പറയുന്ന കൂട്ടപ്പാലായനം നടക്കാതിരിക്കാനുള്ള റീസൺസ് ആണ് പറഞ്ഞത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്തായിരുന്നു? 1905 ബംഗാൾ വിഭജനത്തിനെതിരായി നടന്ന ഒരു മതനിരപേക്ഷത ദേശീയതയുണ്ട്. പിന്നെ അവരുടെ ഭാഷാപരമായ ഐക്യമുണ്ട്. ബ്രഹ്മപുത്ര നദിയും അവയുടെ പോഷക നദികളും. ചിലപ്പോൾ ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. ഈ പറയുന്ന 1947 സ്വാതന്ത്ര്യത്തിന് ശേഷം ബംഗാളിൽ ഒരു കൂട്ടപ്പാലായനം സംഭവിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞ് ചിലപ്പോൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഒക്കെ പെറുക്കി ചോദിക്കാം. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ഒരു ഇത്രയും പോയിന്റ്സ് പഠിച്ചു വെച്ചിട്ടുണ്ടാവണം. നെക്സ്റ്റ് നോക്കാം, റാഡ്ക്ലിഫ് അതിർത്തി രേഖ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു സിറിൽ റാഡ്ക്ലിഫിനെയാണ് ഈ അതിർത്തി രേഖ ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചതെന്ന് പറയുന്നത്. ഇതാണ് സിറിൽ റാഡ്ക്ലിഫ്. ഇന്ത്യ പാക് വിഭജനത്തിന്റെ ഭാഗമായി അതിർത്തി രേഖ തയ്യാറാക്കിയതാരാണ്? സിറിൽ റാഡ്ക്ലിഫ്. അതിനു മുമ്പ് ഇന്ത്യ സന്ദർശിക്കുകയോ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ മനസ്സിലാക്കുകയോ ചെയ്തിരുന്നില്ല. അങ്ങനെ ഇന്ത്യയെക്കുറിച്ച് യാതൊരു മുൻധാരണയും ഇല്ലാത്തൊരു വ്യക്തിയാണ്. വെറും 5 ആഴ്ച കൊണ്ട് അദ്ദേഹം തയ്യാറാക്കിയതാണ് എന്ത്? റാഡ്ക്ലിഫ് രേഖ. അപ്പൊ ചോദിക്കാറുണ്ട്, നമുക്ക് പരീക്ഷയ്ക്ക് സ്ഥിരം ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ അറിയപ്പെടുന്ന പേരാണ് എന്ത്? റാഡ്ക്ലിഫ് രേഖ അല്ലെങ്കിൽ റാഡ്ക്ലിഫ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, വിഭജനം നോവായി മാറിയപ്പോൾ നോക്കാം നമുക്ക് എന്താണ് കാരണം എന്നുള്ളത്. ഈയിടെ ഉണ്ടായ കലാപത്തിനിടയിൽ റാവൽപിണ്ടി ജില്ലയിലെ തോവൽ ഗൽസ ഗ്രാമത്തിലെ 90 സ്ത്രീകൾ കിണറ്റിൽ ചാടി മുങ്ങി മരിച്ച സംഭവം പഞ്ചാബിലെ ജനങ്ങളുടെ ഭാവനാശക്തിയെ വല്ലാതെ മതിച്ചിരിക്കുകയാണ്. പുരുഷന്മാർക്ക് അവരെ രക്ഷിക്കാനാകാതെ വരുമ്പോൾ ആത്മാഹുതി നടത്തി രാജസ്ഥാനി സ്ത്രീകളുടെ പാരമ്പര്യമാണ് ഇവിടെ പുനർജനിച്ചത്. 1 മാസം മുമ്പ് വടികളും കൈത്തോക്കുകളും കൈബോംബുകളുമായി ഒരു വർഗീയ സംഖ്യം ആ ഗ്രാമം വളഞ്ഞു. ഗ്രാമവാസികൾ അവരാൽ ആവും വിധം എന്ത് ചെയ്തു? ചെറുത്തു നിന്നു. ഒടുവിൽ അവർക്ക് കീഴടങ്ങേണ്ടി വരുന്നു. തുടർന്ന് കൂടിയാലോചനകൾ നടത്തി അക്രമികൾ 10,000 രൂപ ആവശ്യപ്പെട്ടു. ഉടൻ തന്നെ അത് കൊടുക്കുകയും ചെയ്തു. മടങ്ങി വരികയില്ലെന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ട് അക്രമികൾ തിരിച്ചുപോയി. അടുത്ത ദിവസം തന്നെ ഉറപ്പ് ലംഘിക്കപ്പെട്ടു. അവർ വീണ്ടും വന്നു, കൂടുതൽ പണം ആവശ്യപ്പെട്ടു. തർക്കത്തിനൊടുവിൽ എന്ത് ചെയ്തു? എതിർത്തവർ 40 പേരെ വെടിവെച്ചു കൊന്നു. വളരെയധികം ഉണ്ടായിരുന്ന ശത്രുക്കളെ കടന്നുകയറ്റവും തടയാൻ ആ ഗ്രാമവാസികൾക്ക് കഴിഞ്ഞില്ല. അവരുടെ സ്ത്രീകൾ ധൃതി പിടിച്ച് ഒത്തുകൂടി. അവരുടെ ആത്മാഭിമാനം ഒഴുകി മറ്റെല്ലാം നഷ്ടപ്പെട്ടു എന്നവർക്ക് ബോധ്യമായപ്പോൾ 90 സ്ത്രീകൾ ഒരു ചെറിയ കിണറ്റിൽ ചാടി 3 പേരെ രക്ഷപ്പെടുത്തി. എല്ലാവർക്കും മുങ്ങി മരിക്കാനുള്ള വെള്ളം ആ കിണറ്റിൽ ഉണ്ടായിരുന്നില്ല. അതായത്
ആ സമയത്ത് എന്തായിരുന്നു ഈ പറയുന്ന റാവൽപിണ്ടി ജില്ലയിൽ എന്ത് സംഭവിച്ചു? കുറേ ആൾക്കാർ വർഗീയതയായിട്ട് വന്നു. സ്വാഭാവികമായിട്ടും അവിടുത്തെ ഒരു ആ ഒരു എന്താണ് നാട്ടിലെ സ്ത്രീകളുടെ ഇതാണ് ഭർത്താക്കന്മാർ മരിച്ചു കഴിയുമ്പോൾ അല്ലെ പണ്ട് ചിതയിൽ ചാടി ആത്മഹത്യ എന്ന് പറയും. അതേപോലെ തന്നെ എന്താണ് അവർ നമ്മളെ രക്ഷിക്കാനായിട്ട് നമ്മുടെ ഭർത്താവിന് പറ്റിയില്ല എങ്കിൽ അവർ ആത്മഹത്യ ചെയ്യുക എന്നുള്ളത്. ആ ഒരു ഇത് പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇവരെല്ലാം കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നുണ്ട്. കണ്ട മൗനത്തിന്റെ മറുപുറം എന്ന ഗ്രന്ഥത്തിൽ ഉർവശി ബൂട്ടാലിയ ഉദ്ധരിച്ച വാർത്തയാണിത്. ഓക്കെ, അപ്പൊ എന്ത് പഠിക്കണം ഇവിടെ? നമുക്ക് പഠിക്കേണ്ടത് PSCയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? മൗനത്തിന്റെ മറുപുറം എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ഉർവശി ബൂട്ടാലിയ. ഓക്കെ, 1947 ഏപ്രിൽ 15 സ്റ്റേറ്റ്സ്മാനിൽ പ്രസിദ്ധീകരിച്ചു. ഓക്കെ, അപ്പൊ ഇതിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത്? സ്റ്റേറ്റ്മാൻസിൽ എന്ന് പറയുന്ന ആ ഒരു പുസ്തകം എന്തെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ മൗനത്തിന്റെ മറുപുറം ആരുടേതാണ്? ഉർവശി ബൂട്ടാലിയ. പഠിച്ചു വെക്കണം, മൗനത്തിന്റെ മറുപുറം ഉർവശി ബൂട്ടാലിയ. വിഭജന കാലത്ത് പഞ്ചാബിൽ ജനങ്ങൾക്ക് സമാനമായ നിരവധി ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നു. ഉറ്റവരെ നഷ്ടപ്പെട്ട ഓർമ്മകൾ ആ പ്രദേശങ്ങൾ ജീവിക്കുന്ന ജനങ്ങൾ ഇന്നും കാണാൻ കഴിയും. അവരുടെ മനോഭാവവും അഭിപ്രായങ്ങളും രൂപീകരിക്കുന്നതിന് ഈ ഓർമ്മകൾ ഇന്നും സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഓക്കെ, വിഭജനം ഇതേപോലെ നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. എന്തൊക്കെയാന്ന് നോക്കാം നമുക്ക്. ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും പ്രവഹിച്ചു. വ്യാപകമായ ആക്രമണങ്ങൾ ഉണ്ടാകുകയും 10,000 കൊല്ലപ്പെടുകയും ചെയ്തു. കൊൽക്കത്ത, ഡൽഹി, ലാഹോർ തുടങ്ങിയ സ്ഥലങ്ങളിൽ വർഗീയ ലഹള പൊട്ടിപ്പുറപ്പെട്ടു. ഒട്ടേറെ സ്ത്രീകൾക്ക് മാനഹാനി സംഭവിച്ചു. നിരവധി സ്ത്രീകളെയും കുട്ടികളെയും തട്ടിക്കൊണ്ടുപോകുന്ന ഇരയായി. ഇതൊക്കെയായിരുന്നു എന്തായി പറയുന്ന സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായിട്ട് ഫേസ് ചെയ്ത കുറെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. രാഷ്ട്രപിതാവ് രക്തസാക്ഷിയായി. ആരാണ് നമ്മുടെ രാഷ്ട്രപിതാവ് എന്ന് പറയുന്നത്? നമ്മുടെ ഗാന്ധിജിയാണ് അല്ലെ. നോക്കാം നമുക്ക്. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു. എവിടെയും ഇരുട്ടാണ്. പ്രകാശം പൊലിഞ്ഞെന്നാണോ ഞാൻ പറഞ്ഞത്? എനിക്ക് തെറ്റുപറ്റി. പ്രകാശിരുന്നത് ഒരു സാധാരണ ദീപമായിരുന്നില്ല. 1000 വർഷങ്ങൾക്ക് ശേഷം അവിടെ പ്രകാശം ചൊരിയും. നൂറ്റാണ്ടുകളിലൂടെ 1000 ഹൃദയങ്ങൾക്ക് അത് ആശ്വാസം പകർന്നുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു. എവിടെയും ഇരുട്ടാണ്. PSCയുടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഇത് തന്നിരിക്കുന്നത്. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ജവഹർലാൽ നെഹ്റു. ആരെ പറ്റിയാണ് പറഞ്ഞത്? മഹാത്മാഗാന്ധി അന്തരിച്ചതിനെ പറ്റിയാണ്. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വം അറിയിച്ചുകൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിന്റെ ഒരു ഭാഗമാണ് തന്നിരിക്കുന്നത്. ആ ഒരു കോട്ടാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു. എവിടെയും ഇരുട്ടാണ്. ഓക്കെ, ഹിന്ദു മുസ്ലിം ഐക്യത്തിനായി പ്രവർത്തിച്ച ഗാന്ധിജിയെ ഡൽഹിയിലെ ബിർള ഹൗസ് അങ്കണത്തിൽ വെച്ച് 1948 ജനുവരി 30 ഗാന്ധിജി എന്നാണ് ഗാന്ധിജിയെ കൊലപ്പെടുത്തുന്നത്? 48 ജനുവരി 30 സ്വാതന്ത്ര്യം കിട്ടി നെക്സ്റ്റ് വർഷമാണ്. വർഗീയവാദിയായ നാഥൂറാം വിനായക് ഗോഡ്സെ എന്ത് ചെയ്യുന്നുണ്ട്? ഗാന്ധിജിയെ വെടിവെച്ച് കൊല്ലുകയാണ് അല്ലെ. ഓക്കെ, വിലാപയാത്രയുടെ ഫോട്ടോയൊക്കെ അവർ തന്നിട്ടുണ്ട്. ഭരണഘടനയിലേക്കുള്ള പടവുകൾ. ആധുനിക ഇന്ത്യയുടെ നിർമ്മാണത്തിന് അടിത്തറ പാകിയത് ഭരണഘടനാ രൂപീകരണത്തിലൂടെയാണ്. 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രവർത്തനം ഔപചാരികമായി ആരംഭിക്കുന്നുണ്ട്. വർഷം പഠിച്ചു വെക്കണം. ഇനി എന്താണ്? ജവഹർലാൽ നെഹ്റു 1947 ജനുവരി 22 എന്ത് അവതരിപ്പിക്കുന്നുണ്ട്? ലക്ഷ്യപ്രമേയം. ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. ലക്ഷ്യപ്രമേയം ആണ് ഇപ്പൊ നമ്മുടെ ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയിരിക്കുന്നത്. അതെന്നാണ് അവതരിപ്പിക്കുന്നത്? 47 ജനുവരി 22 അത് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്നുണ്ട്. 49 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ പുതിയ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകുന്ന ദിവസമാണ് എന്ത്? 49 നവംബർ 26. അതുകൊണ്ടാണ് നവംബർ 26 ഭരണഘടനാ ദിനമായിട്ടും നിയമദിനമായിട്ടും ഒക്കെ നമ്മൾ ആചരിക്കുന്നത്. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. ഓക്കെ, അപ്പൊ എന്താണ് ജനുവരി 26 റിപ്പബ്ലിക് ദിനമായിട്ട്? നമ്മുടെ ഇന്ത്യക്ക് ഒരു ഭരണഘടന നിലവിൽ വന്നതാണ് എന്ത് ഈ പറയുന്ന 26 ജനുവരി 26 1950 എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയതാണ് എന്ന് 1947 ഓഗസ്റ്റ് 15 എന്ന് പറയുന്നത്. ഈ ഭരണഘടന അംഗീകരിച്ച ദിവസമാണ് എന്ത്? 49 നവംബർ 26. എല്ലാം പഠിക്കേണ്ടതാണ്. ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് ആയിട്ട് മാറി. എന്തായിട്ട് മാറി? ഈ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറുകയും ചെയ്തു. ഓക്കെ,
ഭരണഘടനാ പ്രകാരം 51-52 എന്ത് നടക്കുന്നത്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ എന്ത് നടക്കുന്നു? ഒരു പാർലമെന്ററി ജനാധിപത്യ സംവിധാനം നിലവിൽ വരുന്നത് 51-52 കാലഘട്ടത്താണ്. അങ്ങനെയാണ് സ്വാതന്ത്ര്യ ഇന്ത്യ. അപ്പൊ ഇന്ത്യ സ്വാതന്ത്ര്യമൊക്കെ വന്നു, നമ്മുടെ എന്തൊക്കെ വന്നു? നമ്മുടെ ഭരണഘടനയൊക്കെ രൂപീകരിച്ചു. പിന്നീടാണ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്? പല കാര്യങ്ങളും ഫേസ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അതിൽ ആദ്യത്തെ കാര്യമാണ് അഭയാർത്ഥികളുടെ പുനരധിവാസം. അതായത് നമ്മൾ പറഞ്ഞു, ഈ പറയുന്ന പാകിസ്ഥാനിൽ നിന്നും പഞ്ചാബിൽ നിന്നും ഒക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാൻ തുടങ്ങി. ഈ വന്നവരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? പുനരധിവസിപ്പിക്കണം, അല്ലെ? ഇപ്പൊ നമുക്കറിയാം, ഒരു സ്ഥലത്ത് നിന്ന് അവര് വീടും നാടും, അല്ലെ, അച്ഛനെയും അമ്മയെ, ചിലപ്പോ എന്താണ് അവരുടെ ബന്ധുക്കാരെയൊക്കെ ഉപേക്ഷിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവർ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ അവരുടെ വീടും ഒക്കെ അവർ ഉപേക്ഷിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് എന്താണ് വേണ്ടത്? അവർക്ക് പുനരധിവസിക്കാൻ, അവർക്ക് താമസിക്കാനായിട്ട് നമുക്കൊരു സ്ഥലം കൊടുക്കണം. അതായിരുന്നു ഫസ്റ്റ് നമ്മൾ ഫേസ് ചെയ്ത പ്രശ്നം എന്ന് പറയുന്നത്. പിന്നീട് നമുക്കറിയാം നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. ഈ ഇന്ത്യ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ അറിയാം, അല്ലെ, പല കേരളം, തമിഴ്നാട്, അങ്ങനെ ആന്ധ്ര, കർണാടക, മഹാരാഷ്ട്ര, അങ്ങനെ പല സ്റ്റേറ്റ്സ് ആയിട്ടാണ്. പക്ഷേ അന്ന് അങ്ങനെയായിരുന്നില്ല. ഒത്തിരി നാട്ടുരാജ്യങ്ങളായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഈ നാട്ടുരാജ്യങ്ങളെയൊക്കെ എന്ത് ചെയ്യണം? മെർജ് ചെയ്ത് നമ്മുടെ ഇന്ത്യയുടെ സംയോജിപ്പിക്കണം. അതായിരുന്നു രണ്ടാമത്തെ വെല്ലുവിളി. പിന്നീട് എന്താണ്? പോർച്ചുഗീസ്, ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങളുടെ കൂട്ടിച്ചേർക്കൽ. ഓക്കെ, ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. പോർച്ചുഗീസ്, ഫ്രഞ്ച്, അതായത് നമുക്കറിയാം പറയുന്ന ഗോവ, ദാമൻ, ദിയു, അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. പോണ്ടിച്ചേരി, കാരക്കൽ, യാനം, മാഹി എന്നൊക്കെ പറയുന്ന ഇവയൊക്കെ എന്തായിരുന്നു? സ്റ്റിൽ എന്തായിരുന്നു? നമ്മുടെ പോർച്ചുഗീസിന്റെയും ഫ്രഞ്ചിന്റെയും അധിനിവേശ പ്രദേശങ്ങളിലായിരുന്നു. പിന്നീടാണ് പറയുന്നത് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന. അതായത് കുറെ പേര് പറഞ്ഞു അവർക്ക് എന്ത് ചെയ്യണം? ഭാഷ സംസാരിക്കുന്നവരുടെ പേരില് സ്റ്റേറ്റ്സ് വേണം എന്ന് പറയുന്നുണ്ട്. ഇന്ത്യൻ സമ്പദ്ഘടന ശക്തിപ്പെടുത്തൽ. നമ്മുടെ ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ നിന്ന് പോയപ്പോഴേക്കും മൊത്തം എന്താണ്? അവരെ അടിച്ചു കൂത്ത് എല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. നമ്മുടെ സമ്പദ്ഘടന താറുമാറായി കിടക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യണം? അതിനെ വീണ്ടും, അല്ലെ, നമുക്ക് നല്ല വെൽത്ത് ഉള്ള ഒരു കൺട്രി ആക്കി മാറ്റണം. സ്വതന്ത്രമായ ഒരു വിദേശ നയം രൂപപ്പെടുത്തൽ. അപ്പൊ ഇതൊക്കെയാണ് ഇന്ത്യൻ നേരിട്ട വെല്ലുവിളികൾ. ഇനി ഓരോന്നിനെയും നമ്മൾ ഇന്ത്യ എങ്ങനെ ഫേസ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് ആണ് അഭയാർത്ഥികളുടെ പുനരധിവാസം. നോക്കാം നമുക്ക്. വിഭജനാനന്തരം പാകിസ്ഥാനിൽ നിന്നുള്ള 60 ലക്ഷത്തിലധികം ജനങ്ങൾ ഇന്ത്യയിലെ അഭയാർത്ഥികളായിട്ട് മാറി. 1-2 അല്ല, 60 ലക്ഷം ആൾക്കാരാണ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നത്. ഇവരെ എന്ത് ചെയ്യണം? നമുക്ക് താമസിപ്പിച്ചേ പറ്റുള്ളൂ. കാരണം അവരിങ്ങോട്ടേക്ക് വന്നവരാണ്. 1951 ആയപ്പോഴേക്കും പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ അഭയാർത്ഥി പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. വിഭജന കാലത്ത് കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹം താരതമ്യേന കുറവായിരുന്നുവെങ്കിലും പിൽക്കാലത്ത് കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ മൂലം കിഴക്കൻ പാകിസ്ഥാനിൽ, അപ്പൊ നമുക്കറിയാം ഇത് ഇന്ത്യ ആണ് എങ്കിൽ ഇവിടെയാണ് ഈ പറയുന്ന കിഴക്കൻ പാകിസ്ഥാൻ, ഇവിടെയാണ് ഈ പറയുന്ന പടിഞ്ഞാറൻ പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ഇവര് തമ്മിൽ ഒരു ക്ലാഷ് വരുന്നുണ്ട്, അല്ലെ? രണ്ട് സ്ഥലങ്ങളിലാണ് ഈ കിടക്കുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ഇന്ത്യ, ഇവിടെ നമ്മുടെ കിഴക്കൻ പാകിസ്ഥാൻ, ഇവിടെ വരുന്നത് പടിഞ്ഞാറൻ പാകിസ്ഥാൻ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രദേശവും ഭരണപരമായിട്ടും എന്താണ് ജോഗ്രഫിക്കൽ പരമായിട്ടും ഒക്കെ വളരെയധികം എന്തുണ്ട്? വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കും? അവിടെ ഒരു ക്ലാഷ് വരാൻ തുടങ്ങി. ഓക്കെ, ഇന്ത്യയിലേക്കുള്ള അഭയാർത്ഥി പ്രവാഹം അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. 1971 അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്? ബംഗ്ലാദേശ് രൂപീകരിക്കുന്നുണ്ട്. കിഴക്കൻ പാകിസ്ഥാൻ ആയിരുന്നത് എന്തായിട്ട് മാറി? ബംഗ്ലാദേശ് ആയിട്ട് മാറി. അങ്ങനെ 1971 എന്ത് രൂപീകരിക്കുന്നത്? ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം നമുക്ക് ഇവിടെ രൂപീകരിക്കുന്നത്. ഇനി നോക്കാം, ഇവിടെ പറഞ്ഞിട്ടുണ്ട് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചപ്പോൾ ഇന്നത്തെ ബംഗ്ലാദേശ് ഉൾപ്പെടുന്ന ഭാഗം കിഴക്കൻ പാകിസ്ഥാൻ എന്നാണ് അറിയപ്പെടുന്നത്. പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് വിവേചനം നേരിട്ട കിഴക്കൻ പാകിസ്ഥാൻ 1971 സ്വാതന്ത്ര്യം നേടി ബംഗ്ലാദേശ് എന്ന രാജ്യമായിട്ട് മാറി. അപ്പൊ ബംഗ്ലാദേശിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നാണ്? അത് 1971. ഇനി നമ്മൾ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കാൻ പോവാണ്. അതേ കഴിഞ്ഞ ദിവസത്തെ പരീക്ഷയിൽ ഉണ്ടായിരുന്നല്ലോ ഈ ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ,
നോക്കാം നമുക്ക് എന്തൊക്കെയാണ്. 47 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമപ്രകാരം ഇന്ത്യയിലെ 565 നാട്ടുരാജ്യങ്ങളാണ്, ഒന്നും രണ്ടും അല്ല, 565 നാട്ടുരാജ്യങ്ങൾക്ക് സ്വതന്ത്ര ഇന്ത്യയിലോ പാകിസ്ഥാനിൽ ചേരുവാനോ സ്വതന്ത്ര രാജ്യങ്ങളായി നിലനിൽക്കാനോ അധികാരം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോകുമ്പോൾ അവർ പറഞ്ഞിട്ട് പോയത് ഇങ്ങനെയായിരുന്നു: ഒന്നുകിൽ നിങ്ങൾക്ക് എവിടെ പോകാം, ഇന്ത്യയിൽ പോകാം, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ചേരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം ഒരു രാജ്യമായിട്ട് നിൽക്കാന്ന് പറയും. നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുക എന്നത് രാജ്യത്തെ സംബന്ധിച്ച് ശ്രമകരമായ ദൗത്യമായിരുന്നു. ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയത് ആരായിരുന്നു? അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. ചോദിക്കാം, ആദ്യത്തെ ആഭ്യന്തരമന്ത്രി ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയിരുന്ന VP മേനോൻ. ഓക്കെ, ഇവർ രണ്ടുപേരും കൂടി ചേർന്നാണ്. അതുകൊണ്ടാണ് സർദാർ വല്ലഭായ് പട്ടേലിനെ എന്തറിയപ്പെടുന്നത്? ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ. ഈ 565 നാട്ടുരാജ്യങ്ങളെ അദ്ദേഹം എന്ത് ചെയ്തു? ഉരുക്കിയ ഒരു ഇന്ത്യയുടെ കീഴിലേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത്. ലയനക്കരാറിൽ ഒപ്പുവെച്ച, ലയനക്കരാർ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. ലയനക്കരാർ, അനുരഞ്ജനം, സൈനിക നടപടി, ഇത് മൂന്നും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എന്താണ് ലയനക്കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ അവർ എല്ലാ നാട്ടുരാജ്യങ്ങളെയും ക്ഷണിച്ചു. അപ്പൊ അവരെന്ത് ചെയ്തു? ഒരു ലയനക്കരാറൊക്കെ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഒപ്പുവെച്ചുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ ഇന്ത്യയുടെ കൂട്ടത്തിൽ, നമ്മുടെ കൂട്ടത്തിൽ കൂടിക്കൊള്ളാൻ പറയും. പക്ഷേ കുറെ പേരൊക്കെ ചേർന്നു. അല്ലാണ്ട് മാറി നിന്ന കുറച്ച് പേരുണ്ടല്ലോ. അവരാരൊക്കെയാണ്? ജുനഗഡ്, കാശ്മീർ, തിരുവിതാംകൂർ, ഹൈദരാബാദ്. ആരൊക്കെയാണ്? ജുനഗഡ് ഉണ്ട്, കാശ്മീർ ഉണ്ട്, തിരുവിതാംകൂർ ഉണ്ട്, ഹൈദരാബാദ് ഉണ്ട്. 4 ആയല്ലോ. എന്നീ നാട്ടുരാജ്യങ്ങളിൽ ഭരണാധികാരികൾ എന്ത് ചെയ്തു? അവർ ഇന്ത്യൻ യൂണിയനിൽ ചേരില്ല. അവരെന്ത് പറയുന്നുണ്ട്? ഞങ്ങൾ അങ്ങ് ഒറ്റയ്ക്ക് അങ്ങ് നിന്നോളാന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവരെ എന്ത് ചെയ്യുന്നത്? അനുരഞ്ജന ചർച്ചകൾ നടത്തി. ഓക്കെ, നമ്മളിങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ കൂടിക്കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ, അനുരഞ്ജനം പറയുകയാണ്. പിന്നെ എന്ത് ചെയ്തു? ഒട്ടും സമ്മതിക്കാത്തവരെ ഹൈദരാബാദിലേക്ക് ഓപ്പറേഷൻ പോളോ നമ്മൾ പഠിക്കുന്നുണ്ട്. സൈനിക നടപടിയിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കുന്നുണ്ട്. ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് എന്ത് നൽകിയവര്? പ്രിവി പേഴ്സ് നൽകി. അപ്പൊ എന്താണ് പ്രിവി പേഴ്സ് എന്ന് പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ച് എന്തിലൊക്കെ കൂടിയായിരുന്നു? ലയനക്കരാർ ഉണ്ടായിരുന്നു, അനുരഞ്ജന ചർച്ചകൾ ഉണ്ടായിരുന്നു, സൈനിക നടപടി ഉണ്ടായിരുന്നു. കഴിഞ്ഞ പരീക്ഷയ്ക്ക് നമ്മൾ ലാസ്റ്റ് ആയിട്ട് നമ്മളൊരു ഒരു മാരത്തോൺ ചെയ്തിരുന്നു. ആ മാരത്തോണിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ, ഇത് തന്നെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാനിത് ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്ത് കാണിച്ചു തരാം, എങ്ങനെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതാണ് നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അതും കൂടി ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇനി എന്താണ് പ്രിവി പേഴ്സൺ നോക്കേണ്ടത് നമുക്ക്? ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന്റെ ഭാഗമായി നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാരുമായി ചില കരാറുകൾ ഇന്ത്യ ഗവൺമെന്റ് ഒപ്പുവെക്കുന്നുണ്ട്. ഇതിനെ തുടർന്ന് രാജാക്കന്മാർക്ക് അധികാരവും വരുമാനവും നഷ്ടപ്പെട്ടു. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്തു? രാജാക്കന്മാരൊക്കെ പറഞ്ഞു, ഓക്കെ ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ കൂടാം, പക്ഷെ അവർക്ക് എന്താണ്? കുറെ നികുതി ലഭിച്ചിരുന്നു അല്ലെ, അതൊക്കെ അവർക്ക് അങ്ങ് നിൽക്കും. ഇവർക്ക് വേറെ പണിവല്ലെന്ന് അറിയാവോ രാജാക്കന്മാർക്ക്? ഇല്ല, അവരിങ്ങനെ ഭരിക്കാൻ മാത്രം ഉണ്ടായിരുന്നവരാണ്, അവർക്ക് വേറെ ഒരു പണി അറിയില്ല. സ്വാഭാവികമായിട്ടും അവരുടെ വരുമാനം നിൽക്കും. അവർക്ക് എന്ത് നൽകാൻ തുടങ്ങി? ഈ പറയുന്ന നാട്ടുരാജ്യങ്ങളിലെ കുടുംബങ്ങൾക്ക് എന്ത് നൽകാൻ തുടങ്ങി? ഒരു സാമ്പത്തികമായിട്ട് ചെറിയൊരു എമൗണ്ട് ഗവൺമെന്റ് നൽകാൻ തുടങ്ങി. ഇതിനെയാണ് എന്ത് പറയുന്നത്? പ്രിവി പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രിവി പേഴ്സ്. ഇതിനായി ഭീമമായൊരു തുക സർക്കാരിന് ചെലവായി വരുന്നു. 1971 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഭരണഘടനയുടെ 26ാം ഭേദഗതി പ്രകാരം പ്രിവി പേഴ്സ് നൽകുന്നത് നിർത്തലാക്കി. ഇമ്പോർട്ടന്റ് ആണ്. 1971 26ാം ഭേദഗതി പ്രകാരമാണ് എന്ത് നിർത്തലാക്കുന്നത്? പ്രിവി പേഴ്സ് നിർത്തലാക്കുന്നത്. പ്രിവി പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ? പറയുന്ന നമ്മളിപ്പോ പെൻഷൻ എന്നൊക്കെ പറയത്തില്ല, അതേപോലെ തന്നെ രാജാക്കന്മാർക്ക് ആ ഒരു പദവിയൊക്കെ നഷ്ടമായപ്പോ അവരെന്ത് ചെയ്തു? സർക്കാർ അങ്ങ് ഒരു തുക അങ്ങ് കൊടുക്കാൻ തുടങ്ങി. അതെങ്ങനെയാണ് നിർത്തലാക്കിയത്? 71 ഭരണഘടനയുടെ 26ാം ഭേദഗതി. ഓക്കെ, അമെന്റ്മെന്റ് എത്രയാണ്? 26. പഠിച്ചു വെച്ചു. 71 26ാം ഭേദഗതി പ്രകാരമാണ് എന്ത് സംഭവിച്ചത്? പ്രിവി പേഴ്സ് നിർത്തലാക്കിയത്. ഓക്കെ, ഇനിയാണ് ഫ്രഞ്ച് പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങളുടെ മോചനം എന്ന് പറയുന്നത്. 1947 ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വതന്ത്രമായെങ്കിലും രാജ്യത്തെ ചില പ്രദേശങ്ങൾ പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരുടെ അധീനതയിലായിരുന്നു. ഓക്കെ, അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഇതിനെതിരെ അതത് പ്രദേശങ്ങളിലെ ജനകീയ സമരങ്ങൾ ശക്തമായിട്ട് തുടർന്ന് ഇന്ത്യ ഗവൺമെന്റിന്റെ അഭ്യർത്ഥന മാനിച്ചിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഫ്രാൻസ് 1954 ഇന്ത്യ വിട്ടുപോകാൻ തയ്യാറാകുന്നത്. ഓക്കെ, തുടർന്ന് പോണ്ടിച്ചേരി, മാഹി, യാനം, കാരക്കൽ, ചന്ദ്രനഗർ എന്നീ ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാവുകയും ചെയ്തു. അപ്പൊ ഏതൊക്കെയാണ് ഫ്രാൻസ് കൈവച്ചിരുന്ന സ്ഥലങ്ങള്?
ഏതൊക്കെയാണ്? മാഹിയുണ്ട്, പോണ്ടിച്ചേരി, കാരക്കൽ, യാനം, ചന്ദ്രനഗർ. ഇത്രയുമാണ് ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. അത് ഏതാണ്? 1954 ഫ്രാൻസ് നമ്മുടെ ഇന്ത്യ വിട്ടു പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്. എന്നാൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിലെ തങ്ങളുടെ അധീനതയിലുണ്ടായിരുന്ന ഏതൊക്കെ പ്രദേശമാണ്? ഗോവ, ദാമൻ ദിയു. ഏതൊക്കെയാണ്? ഗോവ, ദാമൻ ദിയു, ദാദ്ര നഗർ ഹവേലി എന്നീ പ്രദേശങ്ങൾ വിട്ടു നൽകാൻ വിസമ്മതിച്ചു. 54 ജനകീയ സമരത്തെ തുടർന്ന് ദാദ്രയും നാഗർ ഹവേലിയും പ്രദേശത്തെ പോർച്ചുഗീസ് ആധിപത്യം അവസാനിച്ചു. അപ്പൊ 54 എന്ത് സംഭവിക്കുന്നുണ്ട്? ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശങ്ങൾ ഫ്രാൻസുകാർ നാട് വിട്ടു പോകും, ഇവിടെ നിന്ന് പോകും. സ്വാഭാവികമായിട്ടും അവർ കൈവച്ചിരുന്ന സ്ഥലങ്ങളെല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായി. 54 തന്നെ പോർച്ചുഗീസിലെ ജനകീയ സമരത്തെ തുടർന്ന് ഏതൊക്കെ കിട്ടുന്നുണ്ട്? ദാദ്രയും നഗർ ഹവേലിയും ഉണ്ട്. ഈ രണ്ട് പ്രദേശങ്ങൾ ദാദ്ര നഗർ ഹവേലി എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ഇന്ത്യയുടെ കീഴിലായി. തുടർന്ന് 1961 എന്ത് സൈനിക നടപടിയിലൂടെ ഗോവ, ദാമൻ ദിയു എന്നീ പ്രദേശങ്ങൾ മോചിപ്പിക്കുകയും ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ഫ്രാൻസിന്റെ അധിനിവേശത്തുണ്ടായിരുന്ന സ്ഥലങ്ങൾ, ഏതൊക്കെയാണ് പോർച്ചുഗീസുകാർ കൈവച്ചിരുന്ന സ്ഥലങ്ങൾ, ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? വേർതിരിച്ച് തന്നെ പഠിക്കണം. ഏതൊക്കെയാണ്? ഗോവ, ദാമൻ ദിയു, ദാദ്ര നഗർ ഹവേലി ആരുടെ കീഴിലാണ്? പോർച്ചുഗീസ്. അതേപോലെ തന്നെ മാഹി, പോണ്ടിച്ചേരി, കാരക്കൽ, യാനം, ചന്ദ്രനഗർ ആരുടെ കീഴിലായിരുന്നു? ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങളായിരുന്നു. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നെക്സ്റ്റ് ആണ് ഭാഷാടിസ്ഥാനത്തിലുള്ള പുനഃസംഘടന. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഭാഷാടിസ്ഥാനത്തിലുള്ള പുനഃസംഘടന മൂന്നാമത്തെ നമ്മൾ ഫേസ് ചെയ്ത പ്രശ്നമായിരുന്നു. ഇന്ന് നമ്മുടെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് അല്ലെ. നമുക്കറിയാം മലയാളം സംസാരിക്കുന്ന മലയാളികളെല്ലാം കൂടി ചേർന്ന് കേരളം ഉണ്ടായി, തമിഴ് സംസാരിക്കുന്ന തമിഴരെല്ലാം കൂടി ചേർന്ന് തമിഴ്നാടുണ്ടായി, കന്നഡ സംസാരിക്കുന്നവരെല്ലാം കൂടി ചേർന്ന് കർണാടകയുണ്ടായി. അതേപോലെ തന്നെ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് രാജ്യത്തെ ഭരണപ്രദേശങ്ങളിലെ അതിരുകൾ രൂപപ്പെട്ടത് ഇത്തരം മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല. ആശയവിനിമയത്തിനും സംസ്കാര രൂപീകരണത്തിനും ഭാഷയ്ക്ക് ശക്തമായ സ്വാധീനമുള്ളതിനാൽ ഭാഷാടിസ്ഥാനത്തിലാവണം എന്ത് ഈ പറയുന്ന ഭരണപ്രദേശങ്ങൾ നിർണയിക്കേണ്ടെന്ന വാദം ശക്തമായിട്ട് വരികയാണ്. ആ സമയത്ത് നമ്മുടെ ആരാണ്? പോറ്റി ശ്രീരാമലു. നമുക്ക് പഠിക്കാനുണ്ട് അദ്ദേഹത്തെ പറ്റി. ജനങ്ങൾ കൂടുതൽ അടുപ്പിക്കുന്നതിനായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മാതൃഭാഷയ്ക്ക് ഊന്നൽ നൽകിയാണ് ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത്. 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനം ഇമ്പോർട്ടന്റ് ആണ്. 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ INC തീരുമാനിക്കുന്നുണ്ട്. അപ്പൊ ഭാഷാടിസ്ഥാനത്തിൽ കമ്മിറ്റികൾ രൂപീകരിക്കാനായിട്ട് തീരുമാനിച്ചത് ഏതാണ്? നമ്മുടെ ഈ പറയുന്ന നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിലാണ്. സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാനങ്ങളെ ഭാഷാടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട പ്രധാന ഘടകങ്ങളാണ് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. നോക്കാം നമുക്ക്. 48 എന്ത് സംഭവിക്കുന്നുണ്ട്? സംസ്ഥാന പുനഃസംഘടനയെ പറ്റി പഠിക്കാൻ SK ദർ അധ്യക്ഷനായ ദർ കമ്മീഷൻ അധ്യക്ഷനായിട്ടുള്ള ഒരു ഭാഷാ പ്രവിശ്യ കമ്മീഷനെ ആര് രൂപീകരിക്കുന്നുണ്ട്? ഇവിടെയാണ് ഇമ്പോർട്ടന്റ്. ഭരണഘടനാ നിർമ്മാണ സമിതി നിയമിക്കുന്നുണ്ട്. അപ്പൊ പഠിച്ചു വെച്ചോ, SK ദർ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? ഭരണഘടനാ നിർമ്മാണ സമിതിയാണ്. 48 അതിനുശേഷം ആരാണ്? INC ഒരു ടീമിനെ നിയമിക്കുന്നുണ്ടല്ലോ. അതേതാണ്? JVP കമ്മിറ്റി എന്ന് പറയും. JVP കമ്മിറ്റി ഭരണഘടന ഭാഷാ സംസ്ഥാനങ്ങൾ വേണമെന്ന ശക്തമായ ആവശ്യത്തെ തുടർന്ന് പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായി ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേല്, പട്ടാഭി സീതാരാമയ്യ. ജവഹർലാൽ നെഹ്റു ജെ, അതേപോലെ വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ, ഈ 3 പേരെയും കൂടി ചേർന്നിട്ട് INC 48 തന്നെയാണ് INC ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നത്. അതിനെയാണ് നമ്മൾ JVP കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പൊ 48 തന്നെ 2 കമ്മിറ്റിയായി ഒന്ന് നിയമിക്കുന്ന ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയാണ്. അതിന്റെ പേരെന്താണ്? SK ദർ അധ്യക്ഷനായിട്ടുള്ള ഭാഷാ പ്രവിശ്യ കമ്മീഷൻ. അതിനെയാണ് ദർ കമ്മീഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത്. 48 ഇനി ഏതാണ്? INC നിയമിക്കുന്നതാണ് 48 ഇതിനെ JVP കമ്മിറ്റി എന്ന് പറയുന്നത്. ഇനി ആരാണ്? തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്കായി പ്രത്യേക ആന്ധ്ര സംസ്ഥാനം വേണമെന്ന ആവശ്യം ഉയർന്നു വരികയും 52 ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പോറ്റി
ശ്രീരാമലു നിരാഹാര സമരം ചെയ്ത് മരണം വരിക്കുകയും ചെയ്തു. തുടർന്നുണ്ടായ പ്രക്ഷോഭത്തിന്റെ ഫലമായി 53 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ചത്. ഇമ്പോർട്ടന്റ് ആണ്, ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുന്നതെന്നാണ് 53 ഒക്ടോബർ 1. 52 ആര്? പോറ്റി ശ്രീരാമലു അല്ലെ, ഒരാള് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ പറയുകയാണ്, ഇങ്ങനെ കുറെ സ്റ്റേറ്റ് ഒക്കെ പറഞ്ഞു ഇങ്ങനെ നിയമിക്കാനായിട്ടൊക്കെ തീരുമാനിച്ചപ്പോഴേക്കും ഇവരെന്ത് ചെയ്തു? ഈ പറയുന്ന പോറ്റി ശ്രീരാമലു പറഞ്ഞു, ഞങ്ങൾ തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടി ആന്ധ്ര എന്ന് പറയുന്ന ഒരു സംസ്ഥാനം വേണമെന്ന് പറഞ്ഞ് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? നിരാഹാര സമരം കിടക്കുന്നു. ഏകദേശം 52-53 ദിവസം കൊണ്ട് അദ്ദേഹം നിരാഹാരം കിടക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? അയാൾ മരിക്കും. സ്വാഭാവികമായിട്ടും നമുക്ക് വേണ്ടി ഒരാൾ മുന്നിൽ നിന്നൊരു പ്രക്ഷോഭം നടത്തി അദ്ദേഹം മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്താകും? ആ പ്രക്ഷോഭം അങ്ങ് വയലന്റ് ആകും. അപ്പൊ എന്ത് ചെയ്തു? ഗവൺമെന്റിന് തീരുമാനിക്കേണ്ടി വന്നു ആന്ധ്ര എന്ന് പറയുന്ന ഒരു സംസ്ഥാനം പെട്ടെന്ന് രൂപീകരിക്കാനായിട്ട്. അങ്ങനെയാണ് 53 ഒക്ടോബർ 1 ആന്ധ്ര രൂപീകരിക്കുന്നത്. അതിനുശേഷമാണ് ഫസൽ അലിയുടെ നേതൃത്വത്തിൽ സർദാർ KM പണിക്കര്, ആരൊക്കെയാണ്? സർദാർ KM പണിക്കരും HN കുൻസ്രുവും എന്നിവരെ ഉൾപ്പെടുത്തി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ 1953 കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്നത്. അപ്പൊ ഏതാണ്? ഫസൽ അലി കമ്മീഷൻ ഏത് വർഷമാണ്? 53. ദർ കമ്മീഷൻ എന്നാണ്. ദർ കമ്മീഷൻ അത് 48. JVP കമ്മിറ്റി എന്നാണ്, അത് 48. ഏതാണ്? ആന്ധ്ര സംസ്ഥാനം വരുന്നത് എന്നാണ്? 53 ഒക്ടോബർ 1. 1956 പുനഃസംഘടനാ ബില്ല് പാർലമെന്റ് പാസാക്കിയ അടിസ്ഥാനത്തിൽ 56 നവംബർ 1 14 ഭാഷാ സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപീകൃതമായി. 1956 നവംബർ 1 കേരളപ്പിറവിയല്ലേ നമ്മൾ പറയുന്നത്. കേരളത്തെ പോലെ അങ്ങനെ 14 ഭാഷാ സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപീകൃതമാവുകയാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിൽ ആദ്യം തന്നെ സംസ്ഥാനങ്ങൾ വരുന്നത്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് എന്താണ്? ഇന്ത്യയുടെ സമ്പദ്ഘടന. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോരോ പ്രശ്നങ്ങളിൽ അടുത്ത പ്രശ്നം പറഞ്ഞ എന്തായിരുന്നു? ഇന്ത്യയുടെ സമ്പദ്ഘടനയായിരുന്നു. ഉണ്ടോ? രാഷ്ട്രീയപരമായിട്ട് നാം സ്വതന്ത്രരായിരുന്നു. കണ്ടാ, അതായത് ജവഹർലാൽ നെഹ്റു മുഖ്യമന്ത്രിമാർക്ക് എഴുതിയ കത്തിന്റെ ഒരു ഭാഗമാണിത്. എന്നാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിനുള്ള പോരാട്ടം ആ പദത്തിന്റെ ഏത് ശരിയായ പൊരുൾപ്രകാരവും അവസാനിച്ചിട്ടില്ല. അതിന്റെ സാമ്പത്തിക വിവക്ഷ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അതായത് നമ്മൾ ബ്രിട്ടീഷുകാരനൊക്കെ സ്വാതന്ത്ര്യം നേടി, അതേപോലെ തന്നെ എന്താണ്, ഫ്രഞ്ചുകാർ പോയി, പോർച്ചുഗീസുകാർ പോയി, അതൊക്കെ പിന്നീടാണ്. ഇത് 49 എഴുതിയ കത്താണ്. അപ്പോ 47 നമ്മൾ സ്വതന്ത്രരായെങ്കിലും എന്ത് സംഭവിച്ചിട്ടില്ല? നമ്മൾ സാമ്പത്തികമായിട്ട് നമ്മൾ സെറ്റായില്ല. അപ്പൊ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് പിന്നീട് നടന്നത്. ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഫലമായി തകർന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പുനരുദ്ധരിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ കത്തിൽ സൂചിപ്പിക്കുന്നത്. ഓക്കെ, 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും എന്താണ് സംഭവിച്ചത്? ഇന്ത്യക്ക് പരിഹരിക്കപ്പെടേണ്ടിയിരുന്ന നിരവധി സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവ എങ്ങനെയാണ് തരണം ചെയ്തതെന്ന് നോക്കാം. സോവിയറ്റ് യൂണിയന്റെ സാമ്പത്തിക ആസൂത്രണ മാതൃകയിൽ ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപം കൊണ്ടു. ഓക്കെ, നെഹ്റു മുൻകൈ എടുത്തിട്ട് ആസൂത്രണ കമ്മീഷൻ രൂപം കൊണ്ടു. എന്തിന്റെ മാതൃകയില്? സോവിയറ്റ് യൂണിയന്റെ മാതൃകയിൽ. ഇമ്പോർട്ടന്റ് ആണ്, സോവിയറ്റ് യൂണിയന്റെ മാതൃകയിൽ. തൽഫലമായി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ പൊതുമേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന മിശ്ര സമ്പദ് വ്യവസ്ഥയെ എന്ത് ചെയ്യാൻ തുടങ്ങി? പിന്തുടർന്നു. അപ്പൊ ഏത് മാതൃകയിലാണ് ആസൂത്രണ കമ്മീഷൻ രൂപം കൊണ്ടത്? സോവിയറ്റ് യൂണിയന്റെ. അതിന് മുമ്പ് ഈ ഒരു പോയിന്റ് പഠിക്കണം. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ നാൾവഴികൾ. 1938 നിയോഗിച്ച ദേശീയ ആസൂത്രണ കമ്മിറ്റി. അപ്പൊ പഠിച്ചു, നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി, ദേശീയ ആസൂത്രണ കമ്മിറ്റി ഏത് വർഷമാണ്? 38. 44 ബോംബെ പ്ലാൻ. ബോംബെ പ്ലാന്റെ വർഷം ചോദിക്കാറുണ്ട്. പിന്നെന്താണ്? MN റോയിയുടെ ജനകീയ പദ്ധതി. ജനകീയ പദ്ധതി എന്ന ആശയത്തിന് ആശയം ആരാണ് മുന്നോട്ട് വെച്ചതെന്ന് ചോദിക്കാറുണ്ട്. ആരാണ് അത്? MN റോയുടേതാണ്. ഗാന്ധിയൻ ആശയങ്ങൾ അധിഷ്ഠിതമായിട്ട് JC കുമരപ്പ. നമുക്ക് പഠിക്കാനുണ്ട് ഇവയെല്ലാം ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ ഗാന്ധിയൻ ആശയങ്ങൾ കൊണ്ടുവന്ന ആരാണ്? JC കുമരപ്പയാണ്. അങ്ങനെയാണ് 1950 മാർച്ച് 15 ദേശീയ ആസൂത്രണ കമ്മീഷൻ രൂപം കൊണ്ടത്. തിരിഞ്ഞു പോകരുത്. ഇവിടെ പറഞ്ഞ എന്താണ്? ഇവിടെ 38 ദേശീയ ആസൂത്രണ കമ്മിറ്റിയാണ്, 50 ദേശീയ ആസൂത്രണ കമ്മീഷനാണ്. ഗാന്ധിയൻ ആശയങ്ങൾ അധിഷ്ഠിതമായിട്ട് JC കുമരപ്പയാണ്. ഇനി MN റോയിയാണ് ജനകീയ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ബോംബെ പ്ലാൻ തയ്യാറാക്കിയ വർഷം ഏതാണ്? 44. 1951 മുതൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി 2015 നിലവിൽ വന്ന നീതി ആയോഗ്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഇന്നലത്തെ ആ ഒരു പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നോ? നീതി ആയോഗിന്റെ ആ ഒരു ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് മുമ്പത്തെ പരീക്ഷയ്ക്ക് എന്തോ ആയിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ടോപ്പിക്കുകൾ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. ബാക്കി നമുക്ക് നോക്കാം.
സ്വതന്ത്ര ഇന്ത്യയുടെ പ്രധാന പ്രശ്നങ്ങൾ ഭക്ഷ്യ ദൗർബല്യവും ദാരിദ്ര്യവുമായിരുന്നു. ഇതിനെ മറികടക്കുന്നതിന് ഒന്നാം പഞ്ചവത്സര പദ്ധതിക്ക് രൂപം കൊണ്ടത് എന്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി വന്നത്? കാർഷിക വ്യവസായിക മേഖലയുടെ അഭിവൃദ്ധിക്കായി ജലസേചന സൗകര്യവും ഊർജോൽപാദനവും ആവശ്യമായിരുന്നു. അതിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അണക്കെട്ടുകൾ നിർമ്മിക്കാൻ സത്ലജ് നദിയിലെ ബക്രാനങ്കല്, ദാമോദർ നദീതട പദ്ധതി, മഹാനദിയിലെ ഹിരാക്കുഡ് ഇക്കാലത്ത് നിർമ്മിച്ചതാണ്. ഹിരാക്കുഡ് ഒഡീഷ അല്ലെ, ഒഡീഷയിലാണ് ഹിരാക്കുഡ് വരുന്നത്. ഇനി എന്താണെന്ന് നോക്കാം. സാമ്പത്തിക വികസനം ഉറപ്പുവരുത്തുന്നതിനും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതുമായി രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് വ്യവസായ വികസനത്തിനായിരുന്നു ഊന്നൽ നൽകിയത്. അപ്പൊ ഒന്നാം പഞ്ചവത്സരത്തിൽ കാർഷിക പദ്ധതിക്കും ജലസേചനത്തിനും കൊടുത്തപ്പോൾ രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്തിനായിരുന്നു ഊന്നൽ നൽകിയത്? വ്യവസായത്തിനായിരുന്നു. പൊതുമേഖലയെ ശക്തിപ്പെടുത്തിയിട്ടുള്ള രാജ്യപുരോഗതിയാണ് പഞ്ചവത്സര പദ്ധതികളിലൂടെ ഇന്ത്യ ലക്ഷ്യം വഹിച്ചത്. വിദേശ രാജ്യങ്ങളുടെ സാമ്പത്തിക സാങ്കേതിക സഹായത്തോടെ പൊതുമേഖലയിൽ ഇരുമ്പുരുക്ക് ശാലകൾ, അത് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. കഴിഞ്ഞ 10th പ്രിലിംസിന്റെ 4ാമത്തെ ഫേസിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണത്. നോക്കിക്കേ, അതിനു മുമ്പ് ഇവിടെ നോക്കിക്കേ, അണക്കെട്ടുകൾ ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ. ഈ കോട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അണക്കെട്ടുകൾ ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു 1959 ദാമോദർ നദിയിലെ പഞ്ചേത്ത് അണക്കെട്ട് ഇന്നത്തെ ജാർഖണ്ഡിലാണ്. ഏത്? സാന്താൾ ഗോത്രവർഗക്കാരിയായ ബുദ്നി മെഹാജനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. അപ്പൊ പഠിച്ചു വെച്ചു. ആദ്യത്തെ ഈ പറയുന്ന അണക്കെട്ട് ഏതാണ്? 1959 ദാമോദർ നദിയിൽ ഈ ഒരു അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ബുദ്നി മെജ്ഹാൻ ആണ്. ആ ഒരു പേര് കാണുമ്പോൾ നമ്മൾ ആ സമയത്ത് നെഹ്റു ആണല്ലോ എന്ന് വിചാരിക്കരുത്. ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്? ബുദ്നി മെജ്ഹാൻ. ഇതായിരുന്നു കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നത്. ഏതാണ്? ഈ പറയുന്ന ബിലായി ആണ് ചോദിച്ചത്. ബിലായ്, ഛത്തീസ്ഗഡ്. ബിലായ് സ്ഥിതി ചെയ്യുന്ന എവിടെയെന്നായിരുന്നു ചോദ്യം. റൂർക്കേല എവിടെയാണ്? ജർമ്മനി അല്ലെ, ഒഡീഷയിലാണ്. ജർമ്മനിയാണ് സഹായം നൽകിയത്. അത് നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാം? റുഓജ. നിങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങൾ പൊട്ടക്കോടാണെന്ന് വിചാരിക്കരുത്. ഇത് മറക്കില്ല. നിങ്ങൾ ഇങ്ങനെ തന്നെ ഇടക്കിടക്ക് പറഞ്ഞു നോക്കിയാൽ മതി. എവിടെയെങ്കിലും എഴുതി വെച്ചോ. ഇനി ബിലായ് എവിടെയാണ്? ബിലായ് ഛത്തീസ്ഗഡ്. ബിച്ചറ എന്ന് പഠിച്ചോ. ബിച്ചറ സോവിയറ്റ് യൂണിയന്റെ പേരെന്താണ്? റഷ്യയില്. അപ്പൊ ബിച്ചറ എന്ന് പഠിച്ചോ. റുഓജ, റൂർക്കേല, ഒഡീഷ, ജർമ്മനി. ബിച്ചറ എന്താണ്? ബിച്ചറ ബിലായ്, ഛത്തീസ്ഗഡ് സോവിയറ്റ് യൂണിയൻ, അല്ലെങ്കിൽ അത് റഷ്യ. ഓക്കെ. ഇനി എന്താണ് ഇത്? യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നത് നമ്മുടെ ബ്രിട്ടൻ ആയിരുന്നു. ബ്രിട്ടൻ. ഓക്കെ. അപ്പൊ എന്താണ് പഠിക്കേണ്ടത്? ദുബബ്രി. ദുബബ്രി എന്ന് തന്നെ പഠിച്ചു വെച്ചു. ദുബബ്രി എന്താണ്? ദുർഗാപൂർ, ബംഗാൾ, പശ്ചിമ ബംഗാൾ ആണ്. അതേപോലെ ബ്രിട്ടൻ യുണൈറ്റഡ് കിങ്ഡം ആണ്. ഓക്കെ. ഇവിടെ എന്താണ്? ബോച്ചറ. അങ്ങനെ തന്നെ പഠിച്ചു വെച്ചു. ബിച്ചറ, ബോച്ചറ എന്ന് തന്നെ പഠിച്ചു. ബോച്ചറ എന്താണ്? ബൊക്കാറോ, ജാർഖണ്ഡ്, റഷ്യ, സോവിയറ്റ് യൂണിയൻ. ഇങ്ങനെയാണ് ഇത്. പരീക്ഷയ്ക്ക് എപ്പോഴും മാത്സ് ഫോളോയിങ് ആയിട്ട് ചോദിക്കും ചിലപ്പോൾ. അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ ജർമ്മനിയുടെ സഹായത്തോടെ തുടങ്ങിയ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതെന്ന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡത്തിന്റെ സഹായത്തോടുകൂടി തുടങ്ങിയ വ്യവസായശാല ഏതാന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ പഠിച്ചു വെച്ചു. റുഓജ, റൂർക്കേല, ഒഡീഷ, ജർമ്മനി. ബിച്ചറ, ബിലായ്, ഛത്തീസ്ഗഡ്, റഷ്യ. ദുബബ്രി എന്താണ്? ദുർഗാപൂർ, ബംഗാൾ, ബ്രിട്ടൻ, യുണൈറ്റഡ് കിങ്ഡം. ബൊച്ചറ എന്താണ്? ബൊക്കാറോ, ജാർഖണ്ഡ്, സോവിയറ്റ് യൂണിയൻ ആണ്. തുടർന്നുള്ള പദ്ധതികളിൽ പിന്നെ എന്തായിരുന്നു? ദാരിദ്ര്യ നിർമ്മാർജ്ജനമുണ്ട്, ഭക്ഷ്യ സ്വയം പര്യാപ്തതയുണ്ട്. ഇത് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഓൾറെഡി നമുക്ക് എല്ലാ പഞ്ചവത്സര പദ്ധതികളും പഠിക്കാനുണ്ട്. നമുക്ക് പതുക്കെ പഠിച്ചെടുക്കാം. നെക്സ്റ്റ് ആണ് ഭൂപരിഷ്കരണം, ലാൻഡ് റിഫോംസ്. ഭൂദാന പ്രസ്ഥാനം. ഈ ഭൂദാന പ്രസ്ഥാനം ഇന്നലത്തെ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. ഭൂദാന പ്രസ്ഥാനം വിനോബ ഭാവെ. സ്വതന്ത്ര ഇന്ത്യയിൽ കാർഷിക രംഗത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച നടപടിയായിരുന്നു ഭൂപരിഷ്കരണം. വ്യക്തികൾക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധി നിശ്ചയിക്കുക എന്നതായിരുന്നു ഇതിലൂടെ ലക്ഷ്യമിട്ടത്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ ഭൂപരിഷ്കരണം എന്ന ആശയം രൂപപ്പെട്ടിരുന്നു. നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം സാമ്പത്തിക വികസനം ലക്ഷ്യമാക്കി JC കുമരപ്പയുടെ നേതൃത്വത്തിൽ ഒരു അഗ്രേറിയൻ റിഫോം കമ്മിറ്റി, ഒരു കാർഷിക പരിഷ്കരണ കമ്മിറ്റി നിയോഗിക്കുകയുണ്ടായി. ആരായിരുന്നു അതിന്റെ നേതൃത്വം വഹിച്ചത്? JC കുമരപ്പയാണ്. കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഭൂവുടമകൾക്ക് കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരിധി നിശ്ചയിച്ച് മിച്ച ഭൂമി പിടിച്ചെടുത്ത ഭൂരഹിതരായ കർഷകർക്ക് വിതരണം ചെയ്യണം.
അതായത് നമ്മൾ പറയത്തില്ല, ഉള്ളവന് ധാരാളമുണ്ട്, ഇല്ലാത്തവനൊന്നും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു പണ്ട് കാലങ്ങളിൽ. അപ്പൊ എന്ത് ചെയ്തു, ഒരാൾക്ക് കൈവശം വെക്കാവുന്ന ഒരു ഭൂമിയുടെ കണക്കെന്ന് പറയുന്നത് ഇപ്പൊ ഒരു 10 ഏക്കർ ആണ്, മാക്സിമം അത്രേ പാടുള്ളൂ എന്ന് വെച്ചു. അപ്പൊ എന്റെ കയ്യിൽ ഒരു 15 ഏക്കർ സ്ഥലമുണ്ട്. അപ്പൊ എന്താണ്, എനിക്ക് കൈവശം വെക്കാവുന്ന 10 ഏക്കറേ പാടുള്ളൂ, ബാക്കി 5 ഏക്കർ ഞാൻ എന്ത് ചെയ്യണം, അത് ഗവൺമെന്റിലേക്ക് കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്യും, അത് ഗവൺമെന്റ് ഭൂമി ഇല്ലാത്തവർക്ക് അത് വീതിച്ചു കൊടുക്കും. അതായിരുന്നു ഈ പറയുന്ന ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വന്നത്. അങ്ങനെ വന്നൊരു പ്രസ്ഥാനമാണ് ഭൂദാൻ പ്രസ്ഥാൻ, ഭൂദാൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. നിയമ നിർമ്മാണത്തിലൂടെ അല്ലാതെ ഭൂപരിഷ്കരണം നടപ്പിലാക്കുന്നതിനായി വിനോബ ഭാവെയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് ഭൂദാന പ്രസ്ഥാനം. വിനോബ ഭാവയും അനുയായികളും ഗ്രാമങ്ങൾ തോറും പദയാത്രകൾ നടത്തി വൻകിട ഭൂ ഉടമകളെ അവരുടെ കൈവശമുള്ള ഭൂമിയുടെ 1/6 ഭൂദാനമായി നൽകാനായിട്ട് പ്രേരിപ്പിച്ചു. അങ്ങനെ ലഭിച്ച ഭൂമി ഭൂരഹിതർക്ക് വിതരണം ചെയ്തു. ഭൂപരിഷ്കരണ നിയമങ്ങൾ നിലവിൽ വന്നതോടെ ഭൂദാന പ്രസ്ഥാനത്തിന്റെ പ്രസക്തി കുറഞ്ഞു. ഇവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്, നിയമം മൂലമൊന്നും ആയിരുന്നില്ല, അവരിങ്ങനെ നടന്ന പദയാത്ര പോയിട്ട് വലിയ വലിയ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് പറയും, അതായത് എനിക്ക് ഇപ്പൊ ഒരു 6 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ അതിന്റെ 1/6 ഭാഗം എന്ന് പറയുമ്പോൾ ഏകദേശം 1 ഏക്കർ ഭൂമി ഞാൻ എന്ത് ചെയ്യും, വിട്ടുകൊടുക്കുമ്പോൾ ഇവരെന്ത് ചെയ്യും, ഭൂമി ഇല്ലാത്ത കർഷകർക്ക് അതങ്ങ് വീതിച്ചു കൊടുക്കും. ഇതിനെയാണ് ഭൂദാന പ്രസ്ഥാനം അഥവാ ഭൂദാൻ മൂവ്മെന്റ് പറയുന്നത്. ആരാണ് വന്നത്, വിനോബ ഭാവെയാണ്. നെക്സ്റ്റ് ആണ് ഭക്ഷ്യോൽപാദന വിപ്ലവങ്ങളിലൂടെ. നമ്മുടെ ഇമ്പോർട്ടന്റ് ആയ ഒരു വ്യക്തിയാണല്ലോ ഡോക്ടർ MS സ്വാമിനാഥൻ. സ്വാമിനാഥൻ എന്ത് കൊണ്ടുവന്നു, ഹരിത വിപ്ലവം കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ ഓൾറെഡി എന്തൊക്കെ വന്നു, കാർഷിക മേഖലയ്ക്കൊക്കെ പ്രാധാന്യം നൽകിയൊക്കെ വന്നിട്ടും എന്തായി, നമ്മൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് എന്ത് വരുന്നില്ല, ഈ പറയുന്ന കൃഷി അങ്ങ് ഡെവലപ്പ് ആവുന്നില്ല. ഭക്ഷ്യോൽപാദന മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ 1960 മുതൽ ഇന്ത്യ നടപ്പിലാക്കിയ പദ്ധതികൾ ഈ മേഖലയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചതിനാൽ അവയെ വിപ്ലവങ്ങൾ എന്ന് വിളിക്കുന്നു. രാഷ്ട്ര നേതാക്കളുടെയും ശാസ്ത്രജ്ഞരുടെയും കൂട്ടായ പരിശ്രമമാണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടുവാൻ ഇന്ത്യയെ സഹായിക്കുന്നത്. കാർഷിക മേഖലയുടെ പുരോഗതിയും ഭക്ഷ്യോൽപാദന രംഗത്തെ സ്വയം പര്യാപ്തതയുമാണ് ഹരിത വിപ്ലവം. ഇവിടെ നോക്കിക്കോ, എന്തൊക്കെയാണ്, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ, അത്യാധുനിക യന്ത്രങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തി ചുരുങ്ങിയ കാലം കൊണ്ട് കാർഷിക മേഖല കൈവരിച്ചതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. 1960 മുതൽ 1970 വരെയും 1970 മുതൽ 80 വരെയും 2 ഘട്ടങ്ങളിലായി, കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാം ഘട്ട ഹരിത വിപ്ലവം നടന്ന സമയം ഏതെന്നും പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 70 to 80 ആണ്. ഡോക്ടർ MS സ്വാമിനാഥൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എന്ത് നടക്കുന്നത്, ഹരിത വിപ്ലവം നടക്കുന്നത്. ഇപ്പോൾ പറഞ്ഞു MS സ്വാമിനാഥൻ അറിയപ്പെടുന്നത് എന്താണ്, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗ് ആണ്. ഓക്കെ, അപ്പൊ ഇത് ചോദിക്കുന്നത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഹരിത വിപ്ലവത്തെ തുടർന്ന് പാലിന്റെയും പാൽ ഉൽപ്പന്നങ്ങളുടെയും വർധനവ് ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ ധവള വിപ്ലവം, അതേപോലെ തന്നെ എന്താണ്, മത്സ്യ ഉൽപാദന മേഖലയുമായി ബന്ധപ്പെട്ട നീല വിപ്ലവം ഇന്ത്യയിൽ. അപ്പൊ ചോദിക്കാം, ധവള വിപ്ലവം എന്താണ്, പാൽ ഉൽപാദനമാണ്. നീല വിപ്ലവം എന്താണ്, മത്സ്യ ഉൽപാദന മേഖലയാണ്. ധവള വിപ്ലവം, മലയാളിയായ ഡോക്ടർ വർഗീസ് കുര്യൻ. അപ്പൊ ധവള വിപ്ലവം ആരാണ്, വർഗീസ് കുര്യൻ ആണ്. ഇന്ത്യയിൽ പാലുൽപാദനത്തിന്റെ സമൂലമായ മാറ്റങ്ങൾ ധവള വിപ്ലവത്തിലൂടെ തുടക്കം കുറിച്ചു. ഇതിന്റെ ഭാഗമായി ഗുജറാത്തിലെ ആനന്ദ് എന്ന നഗരത്തിൽ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് എന്ന പേരിൽ ഒരു ക്ഷീരോത്പാദന സംഘത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചു. ക്രമേണ ഇത് എന്തായിട്ട് മാറി, അമൂൽ ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്ന പ്രശസ്തമായ ക്ഷീരോത്പാദന സംഘമായി മാറുകയും ചെയ്തു. അപ്പൊ ധവള വിപ്ലവത്തിന്റെ പിതാവാരാണ്, മലയാളിയായ ഡോക്ടർ വർഗീസ് കുര്യൻ ആണ്. അതിനുശേഷം എന്ത് സംഭവിച്ചു, ബാങ്കുകളെ നാഷണലൈസ് ചെയ്യാൻ തുടങ്ങി. അതായത് പണ്ട് കാലങ്ങളിൽ എന്താണ്, കാശുള്ളവന് വേണ്ടി മാത്രമുള്ളതായിരുന്നു ബാങ്ക്. ഓക്കെ, അങ്ങനെ സ്വതന്ത്ര ഇന്ത്യയിലെ ബാങ്കുകൾ വൻകിട വ്യവസായികളുടെയും സമ്പന്നരായ വ്യക്തികളുടെയും ഉടമസ്ഥതയിലായിരുന്നു. ബാങ്കുകൾക്ക് സമ്പന്നർക്ക് മുൻഗണന നൽകിയ കർഷകരും സാധാരണക്കാർക്കും വായ്പ അതേപോലെ സേവനങ്ങളൊന്നും ലഭിക്കാതെ വരും. അങ്ങനെയാണ് ഏതു വർഷം 1969 ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ഗവൺമെന്റ് 14 പ്രധാന ബാങ്കുകളുടെ ഉടമസ്ഥത ഏറ്റെടുത്തു. ഇതിനെയാണ് ബാങ്ക് ദേശസാൽക്കരണം എന്ന് അറിയപ്പെടുന്നത്. പിൽക്കാലത്ത് 6 ബാങ്കുകൾ കൂടി സർക്കാർ ഏറ്റെടുത്തു. സ്വാതന്ത്ര്യാനന്തരം ആസൂത്രണ അധിഷ്ഠിതമായ ഒരു സാമ്പത്തിക
സാമ്പത്തിക നയമാണ് ഇന്ത്യ പിന്തുടർന്നത്. പൊതുമേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് ഈ നയങ്ങൾ സഹായകമായി. എന്നാൽ 1960കളിൽ രാജ്യത്തിന്റെ സാമ്പത്തിക നയത്തിൽ പ്രകടമായ മാറ്റങ്ങളുണ്ടായി. അങ്ങനെയാണ് എന്ത് വരുന്നത്? ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം അല്ലെ എന്നീ സാമ്പത്തിക നയങ്ങൾക്ക് മുൻതൂക്കം ലഭിച്ചു. തൽഫലമായി പൊതുമേഖലയിലെ പല സംരംഭങ്ങളും എന്ത് ചെയ്യപ്പെട്ടു? സ്വകാര്യവൽക്കരിക്കപ്പെട്ടു. അതിനുശേഷം വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങളാണ് പറയുന്നത്. ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് അടിത്തറ പാകിയത് ബ്രിട്ടീഷ് ഭരണകാലത്തായിരുന്നുവെന്ന് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ. പോട്ടെ, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കുന്നതിനായി പല കമ്മീഷൻസ് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ഇത് ഏതൊക്കെ കമ്മീഷൻ ഏതൊക്കെ വർഷമാണെന്നുള്ളത്. സർവകലാശാല വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി വന്നതാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1942. ഓക്കെ, UGC. അതേപോലെ ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ എന്തിനായിരുന്നു ഊന്നൽ നൽകിയത്? സെക്കൻഡറി വിദ്യാഭ്യാസത്തിനാണ്. DS കോത്താരി ആണെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ ദേശീയ ഘടനയാണ് 1964 10+2+3 എന്ന് പറയുന്നത്. 10+2+3 അതേപോലെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസമൊക്കെ കോത്താരിയായിരുന്നു. ഇനി ആരാണ്? ദേശീയ വിദ്യാഭ്യാസ നയം വന്നത് ഏത് വർഷമാണ്? 1986. പ്രാഥമിക വിദ്യാഭ്യാസം, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനൊക്കെ പ്രാധാന്യം നൽകി. ദേശീയ വിദ്യാഭ്യാസ നയം 2020 എന്താണ്? പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള ഉന്നത വിദ്യാഭ്യാസത്തിനാണ്. ഓക്കെ, അങ്ങനെ വിദ്യാഭ്യാസം കഴിഞ്ഞു. ഇനി എന്താണ്? ശാസ്ത്ര മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യയിലും എന്ത് സംഭവിച്ചിട്ടുണ്ട്? എന്താണ് പറയാ, ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള മാറ്റം നമ്മൾ ഇന്ത്യ കൈവരിച്ചിട്ടുണ്ട്. ശാസ്ത്രത്തെ പുരോഗമിക്കാൻ അനുവദിക്കുന്ന പക്ഷം അതിന്റെ പുരോഗതിക്ക് ദൃശ്യമായ സീമയൊന്നുമില്ല. അല്ലെ, നമുക്കറിയാം ശാസ്ത്രം എന്ന് പറയുന്നത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. അതിനൊരു അതിരും കാര്യങ്ങളൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഈ ജവഹർലാൽ നെഹ്റു പറഞ്ഞതാണ് ഏത് പുസ്തകത്തിൽ? ഇന്ത്യയെ കണ്ടെത്തൽ. ഇത് ചോദിക്കുന്നതാണ്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകം ആരുടേതാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ അവിഭാജ്യ ഘടകമാണ് ശാസ്ത്ര വികസനം എന്ന് തിരിച്ചറിഞ്ഞ ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണ് വായിച്ചത്. ഇന്ത്യയിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികസനത്തിന് അദ്ദേഹം പ്രോത്സാഹനം നൽകി. ഇതോടൊപ്പം ശാസ്ത്ര മനോഭാവത്തിൽ അധിഷ്ഠിതമായ സമൂഹ സൃഷ്ടി തന്റെ ദൗത്യമായി അദ്ദേഹം കരുതി. ഇതിനായി അദ്ദേഹം ഹോമി ജെ ഭാഭെ, മേഘ്നാഥ് സാഹ തുടങ്ങിയ ശാസ്ത്ര ഉപദേഷ്ടാക്കളുടെ സേവനം അദ്ദേഹത്തിന് ലഭ്യമായിരുന്നു. അങ്ങനെയാണ് ഇന്ത്യയിൽ എന്തൊക്കെ വരുന്നത്? ഇന്ത്യയില് IIT-കൾ വരുന്നത് അല്ലെ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, NIV നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി വന്നു. ഇനി ബാർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ വന്നു. എയിംസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, DRDO വന്നു അല്ലെ. ഡിഫൻസ് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. ഇനി എന്താണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, IIM, IIT, IIM വന്നു. ഇനി എന്താണ് നോക്കിക്കേ, സ്മൈലിംഗ് ബുദ്ധ. എന്താണ്? ബുദ്ധൻ ചിരിക്കുന്നു, ഓപ്പറേഷൻ ബുദ്ധ നമുക്കറിയാം അല്ലെ. പൊക്രാനിൽ നടത്തിയ ആണവ പരീക്ഷണം. ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ ആണ് ഇന്ത്യയിൽ ആണവ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. 1974 മെയ് 18 വർഷം ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട്. രാജസ്ഥാനിലെ പൊക്രാനിലാണ് ഇന്ത്യ ആദ്യത്തെ അണുപരീക്ഷണം നടത്തുന്നത്. അതിന് നൽകിയ പേരാണ് എന്താ? സ്മൈലിംഗ് ബുദ്ധ അല്ലെങ്കിൽ ബുദ്ധൻ ചിരിക്കുന്നു. ആ വർഷത്തെ ബുദ്ധ പൂർണിമ ദിനത്തിൽ പരീക്ഷണം നടത്തിയതിനാലാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. 98 പൊക്രാൻ നടത്തിയ രണ്ടാമത്തെ ആണവ പരീക്ഷണം അറിയപ്പെടുന്ന പേരെന്താണ്? ഓപ്പറേഷൻ ശക്തി. അപ്പോൾ സ്മൈലിംഗ് ബുദ്ധയുമുണ്ട്, ഓപ്പറേഷൻ ശക്തിയുമുണ്ട്. രണ്ടാമത്തത് 98 ആദ്യത്തേത് 74 ബഹിരാകാശ ഗവേഷണം. ബഹിരാകാശ ഗവേഷണ രംഗത്ത് മുന്നേറിക്കൊണ്ടിരുന്ന രാജ്യമാണ് ഇന്ത്യ. രാഷ്ട്ര വികസനത്തിന് ബഹിരാകാശ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാമെന്നുള്ള കാഴ്ചപ്പാടാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ അടിസ്ഥാനം. ഹോമി ജെ ഭാഭ, വിക്രം സാരാഭായ് എന്നിവർ ബഹിരാകാശ രംഗത്ത് സ്തുത്യർഹമായ സേവനം നൽകിയവരാണ്. ഓക്കെ, നമുക്കിവിടെ പഠിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ബഹിരാകാശ പര്യവേഷണം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചു വരുന്നു. ഇതിൽ പ്രധാനപ്പെട്ടത് 1969 ബാംഗ്ലൂർ കേന്ദ്രമായി സ്ഥാപിച്ച ISRO എന്നാണ് സ്ഥാപിതമായത്. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 1969 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ഹൈദരാബാദ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ NRSയുടെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദാണ്. തിരുവനന്തപുരത്തുള്ള VSSC വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തുടങ്ങിയവ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ വകുപ്പ് നിയന്ത്രിക്കുന്ന മറ്റ് സ്ഥാപനങ്ങളാണ്. ഇനി നോക്കാം, ബഹിരാകാശ പര്യവേഷണ ദൗത്യത്തിലെ ഇന്ത്യയിലെ എന്തൊക്കെയാണെന്ന് നോക്കാം.
April 19. എന്താണ് 75 April 19 പ്രത്യേകത? ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട 2 വിക്ഷേപണ ദൗത്യം നടന്നതാണ് 75 April 19. ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3 മൂന്നും നടന്നു അല്ലെ. ഇനി ഏതാണ്? 2013 മംഗൾയാൻ സൗര ഗവേഷണ ദൗത്യം, ബഹിരാകാശ കാലാവസ്ഥ പഠനം എന്നിവ ലക്ഷ്യമാക്കിക്കൊണ്ട് ആദിത്യ L1. ഇതെല്ലാം നമ്മുടെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എന്നാണ് ദേശീയ ബഹിരാകാശ ദിനം? ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനം. എന്തുകൊണ്ടാണ്? ചന്ദ്രന്റെ ഉപരിതലത്തിൽ നമ്മൾ ചന്ദ്രയാൻ 3 വിജയകരമായി പര്യവേഷണം പൂർത്തിയാക്കിയ ആ ദിവസത്തിന്റെ സ്മരണയ്ക്കായിട്ടാണ് ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഓക്കെ, ആരാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ? മിസൈൽ വുമൺ ആരാണ്? മിസൈൽ വുമൺ ടെസി തോമസ് ആണ്. മിസൈൽ മാൻ എന്ന് പറയുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം ഒരു മിസൈൽ സാങ്കേതിക വിദഗ്ധനും ശാസ്ത്ര ഗവേഷകനും പ്രതിരോധ ഗവേഷണ വികസന സംഘടന DRDO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നീ സ്ഥാപനങ്ങളിൽ അദ്ദേഹം ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. മിസൈൽ സാങ്കേതിക വിദ്യയിലുള്ള സംഭാവനകൾ കണക്കിലെടുത്താണ് അദ്ദേഹത്തെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത്. മിസൈൽ വുമൺ ആരാണ്? ടെസി തോമസ് ആണ്. ഇനി ഇന്ത്യയുടെ വിദേശ നയം. ആ പോയിന്റിൽ നമുക്ക് ലാസ്റ്റ് പറഞ്ഞിരുന്നതാണ് ഇന്ത്യയുടെ വിദേശ നയം. ലോക സമാധാനം ലക്ഷ്യമാക്കി രൂപീകരിക്കപ്പെട്ട ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒന്നുകിൽ ഒരു ടീമിൽ ചേരുക അല്ലെങ്കിൽ വേറൊരു ടീം, 2 ടീം വന്ന് ഇങ്ങനെ ചേരാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഇന്ത്യ എന്ത് ചെയ്തു? ഇതൊന്നിലും വേണ്ട, ഞങ്ങൾ അങ്ങ് ഒരു ചേരിയിലും ഇല്ലാണ്ട് അങ്ങ് മാറി നിന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ വന്നവരാണ് ഈ കുറച്ചു പേരുടെ അല്ലെ. അതാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരാണ് തന്നിരിക്കുന്നത്. ഇന്ത്യൻ വിദേശത്തിന്റെ മുഖ്യശില്പിയായ ജവഹർലാൽ നെഹ്റു നമ്മുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു വിദേശ നയത്തിനാണ് രൂപീകരണം നൽകിയത്. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. എന്തൊക്കെയാണ്? സമാധാനപരമായ സഹവർത്തിത്വം, കൊളോണിയലിസത്തിനും വർണ്ണവിവേചനത്തിനുമെതിരായി നിലകൊള്ളുക, ദേശീയ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കുക, ചേരിചേരാ നയം, പഞ്ചശീല തത്വങ്ങൾ. ഇതൊക്കെയായിരുന്നു ഇന്ത്യയുടെ വിദേശ നയവുമായി ബന്ധപ്പെട്ടത്. എന്താണ് പഞ്ചശീല തത്വം എന്ന് നോക്കാം. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടതാണ് എന്ത്? പഞ്ചശീല തത്വം. 1954 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായ ചൗ എൻ ലായും ചേർന്ന് ഒപ്പുവെച്ചതാണ്. എന്താണ് 5 തത്വങ്ങൾ പറയുന്നത്? ഇതും ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. രാജ്യങ്ങളുടെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക. ഓക്കെ, ഇത് എന്റെ രാജ്യത്തിന്റെ അതിർത്തിയാണെങ്കിൽ ഞാൻ അവിടെ എന്ത് ചെയ്യണം? അത് പരസ്പരം അംഗീകരിക്കുക. അതായിരുന്നു അവർ മെയിൻ ആയിട്ട് പറഞ്ഞത്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യരുത്? ആക്രമിക്കരുത്. ഇപ്പൊ നമ്മൾ പാകിസ്ഥാനും ഇന്ത്യയും നമ്മൾ ഏത് നേരം യുദ്ധം നടക്കുന്ന പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കരുത്. ആഭ്യന്തര കാര്യങ്ങൾ പരസ്പരം ഇടപെടാതിരിക്കുക അല്ലെ. അനാവശ്യമായിട്ട് കയറി മറ്റുള്ളവന്റെ വീട്ടിലെ കാര്യം തിരക്കരുത്. അത് തന്നെയാണ് പറഞ്ഞത്. സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. അതായത് നമ്മൾക്ക് 2 വീടാണ് അല്ലെ, നമ്മുടെ അതിർത്തിയാണ്. ഈ അതിർത്തിയെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടുന്ന് കുറെ വേസ്റ്റ് കൊണ്ട് നമ്മൾ അപ്പുറത്തെ വീടിന്റെ പറമ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് പറ്റും? അവിടെ ഒരു വഴക്കുണ്ടാകും. അപ്പൊ ഇത് അതിർത്തിയാണെന്നുള്ളതും അവർ പരസ്പരം അംഗീകരിക്കണം. അതിൻ്റെ ഉള്ളിൽ അവരുടെ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്? അയൽവക്കക്കാരാണ്, വഴക്കുണ്ടാക്കരുത്. പിന്നെന്താണ്? അവരുടെ വീട്ടിലെ കാര്യം ഇപ്പൊ അനാവശ്യമായിട്ട് നമ്മൾ ഇടപെടാതിരിക്കുക. അതാണ് ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടലെന്ന് പറയുന്നത്. പിന്നെ എന്താണ്? സമത്വം, പരസ്പര സഹായം അല്ലെ. ഇവിടെ ഇത്തിരി ഉപ്പില്ലെങ്കിൽ നേരെ അപ്പുറത്ത് വീട്ടിൽ ഒരു ഉപ്പ് മേടിക്കാൻ നമുക്ക് പറ്റണം. പരസ്പര സഹായം വേണം. സമാധാനപരമായ സഹവർത്തിത്വം, വഴക്കും ബഹളമൊന്നും ഇല്ലാണ്ട് മര്യാദക്ക് പോകണം. ഇങ്ങനെയായിരുന്നു ഈ 2 അയൽ രാജ്യങ്ങളും തമ്മിൽ കരാർ ഒപ്പുവെക്കുന്നത്. അതിനെയാണ് പഞ്ചശീല തത്വം എന്ന് പറയുന്നത്. ആരൊക്കെ തമ്മിലാണ് ഒപ്പുവെച്ചത്? ചൈനീസ് പ്രധാനമന്ത്രിയായ ചൗ എൻ ലായും നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും കൂടി ചേർന്നാണ്. ചേരിചേരാ പ്രസ്ഥാനം, നോൺ അലൈൻ മൂവ്മെന്റ് എന്താണെന്ന് നോക്കാം. 2ാം ലോകത്തിന് ശേഷം അമേരിക്കയും സോവിയറ്റ് യൂണിയനും 2 ആഗോള ശക്തികളായി മാറി. ഇവർ തമ്മിൽ ആരംഭിച്ച ശീതയുദ്ധം അഥവാ കോൾഡ് വാർ ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയായി. ഇരു ശാക്തിക ചേരികളിലും ചേരാതെ സ്വതന്ത്രമായി നിൽക്കുന്നതിനും രാജ്യതാല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുമായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ട വിദേശ നയത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചതാണ് ചേരിചേരാ പ്രസ്ഥാനം. അതായത് എന്താണ്? ഇവിടെ നമുക്ക് അമേരിക്ക എന്ന് പറയുന്ന വലിയൊരു ശക്തിയുണ്ട്, ഇവിടെ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന വലിയ ശക്തിയുണ്ട്. ഓരോ രാജ്യക്കാരും ഇവരോട് അങ്ങ് കൂട്ടുകൂടാൻ തുടങ്ങി. അപ്പൊ എന്ത് സംഭവിക്കും? ഒരു നിശബ്ദമായിട്ടൊരു വാർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രശ്നങ്ങളാണ്. ആ സമയത്ത് എന്താണ്? ഇന്ത്യ പറയും, ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലും വരുന്നില്ല, ഇങ്ങോട്ടും വരുന്നില്ല, ഞങ്ങൾ അങ്ങ് ഒറ്റയ്ക്ക് നിൽക്കാം. അങ്ങനെ കുറച്ച് രാജ്യങ്ങളെ കൂട്ടിച്ചേർത്ത് ഇന്ത്യ കൊണ്ടുവരുന്നതാണ് എന്ത്? ചേരിചേരാ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ,
1983 ന്യൂഡൽഹിയിൽ ചേർന്ന 7ാമത് ചേരിചേരാ ഉച്ചകോടിയിൽ പങ്കെടുത്ത അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരൊക്കെയാണ്? ഇന്ദിരാഗാന്ധി, ക്യൂബൻ പ്രസിഡന്റ് ഫിഡൽ കാസ്ട്രോ, അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ഗ്യാനി സെയിൽ സിംഗും. നെക്സ്റ്റ് നോക്കാം നമുക്ക്. കോളനി ഭരണത്തിന്റെ പ്രത്യാഘാതങ്ങളെയും വെല്ലുവിളികളെയും മറികടന്ന ലോകത്തിന്റെ പ്രധാന ശക്തികളിൽ ഒന്നായി വളരാൻ സ്വതന്ത്ര ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും സാമൂഹ്യ സാമ്പത്തിക മേഖലകളിൽ നാം ഇനിയും മുന്നേറേണ്ടതായിട്ടുണ്ട്. ഇനി നോക്കിക്കേ, ലോകം ശ്രദ്ധിച്ച കേരളത്തിന്റെ വികസന അനുഭവങ്ങളാണ് പറയുന്നത്. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ലോകത്ത്, അതായത് ഫുള്ളായിട്ട് ശ്രദ്ധിച്ച് നമ്മുടെ കേരളവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പരിമിതമായ വിഭവങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാമെന്ന് ഇന്ത്യയുടെ നയരൂപീകരണ വിദഗ്ധർ കേരളത്തിൽ നിന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് നോക്കാം നമുക്ക്. എന്താണ്? പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അമർത്യ സെൻ കേരള വികസന മാതൃകയെ പറ്റി നടത്തിയ നിരീക്ഷണമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ഓക്കെ, തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ 3 രാഷ്ട്രീയ ഭൂഭാഗങ്ങളായി കിടന്നിരുന്ന പ്രദേശങ്ങളെയും ദക്ഷിണ കർണാടക ജില്ലയിലെ കാസർഗോഡ് താലൂക്കും ഉൾപ്പെടുത്തിയാണ് 1986 നവംബർ 1 കേരള സംസ്ഥാനം ഔദ്യോഗികമായി നിലവിൽ വന്നത്. കേരള നിയമസഭയിലേക്കുള്ള ആദ്യത്തെ തിരഞ്ഞെടുപ്പ് 1957 നടന്നത്. EMS നമ്പൂതിരിപ്പാട് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി ഗവൺമെന്റ് രൂപീകരിച്ചു. ഓക്കെ, 56 നവംബർ 1 എന്ത് വരുന്നത്? കേരള സംസ്ഥാനം ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത്. അപ്പൊ എന്തൊക്കെയാണ്? ദക്ഷിണ കർണാടക, മലബാർ, തിരുവിതാംകൂർ. കണ്ട എങ്ങനെയായിരുന്നു ഇത് വേർതിരിഞ്ഞ് കടന്നിരുന്നത്? കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹ്യ സാമ്പത്തിക അവസ്ഥ പരിഗണിച്ചുകൊണ്ട് സർക്കാർ ദീർഘവീക്ഷണത്തോടുകൂടി ധാരാളം പരിഷ്കരണങ്ങൾ നടപ്പിലാക്കി. പ്രധാനപ്പെട്ടത് മാത്രമാണ് നമ്മൾ പറയുന്നത്. നോക്കിക്കേ, ഭൂപരിഷ്കരണം കേരളത്തിൽ. ഈ ചങ്ങമ്പുഴയുടെ വാഴക്കുല, ഇത് ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഭൂപരിഷ്കരണ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പുള്ള കേരളത്തിലെ കർഷകരുടെ പൊതുസ്ഥിതിയാണ് മുകളിലത്തെ കവിതാഭാഗം സൂചിപ്പിക്കുന്നത്. അതായത് സാമൂഹ്യ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് 1957 നിലവിൽ വന്ന കേരള സർക്കാർ കാർഷിക ബന്ധ നിയമം അവതരിപ്പിച്ചു. ഓക്കെ, 1957 ഇനി 70 ജനുവരി 1 നിലവിൽ വന്ന കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമപ്രകാരം കുടിയാന്മാർക്ക് കൃഷിഭൂമിയിൽ സ്ഥിരാവകാശം. 1970 ജനുവരി 1. കേരള ഭൂപരിഷ്കരണ നിയമം 82 വകുപ്പ് പ്രകാരം ഒരു വ്യക്തിക്ക് പരമാവധി കൈവശം വെക്കാവുന്ന ഭൂപരിധി 7.5 ഏക്കറും ഒരു കുടുംബത്തിന് 15 ഏക്കറുമാണ്. എന്നാൽ കുടുംബത്തിൽ 5 അംഗങ്ങൾ കൂടുതലുണ്ടെങ്കിൽ 20 ഏക്കർ വരെ കൈവശം വെക്കാവുന്നതാണ്. അതായത് എന്താ പറയുന്നത്? ഒരു വ്യക്തിക്ക് 7.5 വരെ. അപ്പൊ ഒരു കുടുംബത്തിൽ നമുക്ക് 3 പേരുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് എത്ര വരെ ആകുന്നുണ്ട്? അപ്പൊ 21, 23 വരെയല്ലേ? അങ്ങനെ പറ്റില്ല. ഒരു വ്യക്തിക്ക് ഏകദേശം 7.5, ഒരു കുടുംബമാണെങ്കിൽ അത് 15 ഏക്കറും, അത് ഒരു 5ൽ കൂടുതൽ പേര് ആ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ അത് 20 ഏക്കർ വരെ, മാക്സിമം 20 ഏക്കർ വരെ, അതിൽ കൂടുതൽ പാടില്ല. അതാണ് ഭൂപരിധി എന്ന് പറയുന്നത്. ഇനി കേരളത്തിലെ ഭൂപരിഷ്കരണത്തിന്റെ പ്രധാന ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു? നമ്മുടെ കൈവശ ഭൂമിയുടെ മേലുള്ള പരിധി നിർണയിക്കപ്പെട്ടു. ജന്മിത്വ സമ്പ്രദായം നിർത്തലാക്കപ്പെട്ടു. കൃഷിഭൂമിയിൽ നിന്ന് കുടിയാന സ്ഥിരാവകാശം ലഭിച്ചു. കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന ചൂഷണവും അസമത്വവും ഒക്കെ ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അറിവിന്റെ വ്യാപനം, അല്ലെ? നമുക്ക് ഏറ്റവും ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. ആര് പറഞ്ഞു? മഹാത്മാ അയ്യങ്കാളി. എന്തായിരുന്നു? താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് കണക്കാക്കിയിരുന്ന കുട്ടികളെ സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിനായി തിരുവല്ലയിലെ പുല്ലാട് സർക്കാർ സ്കൂളിൽ ഒരു വിദ്യാഭ്യാസ സമരം നടന്നു. തങ്ങളുടെ കുട്ടികളെ അയിത്തജാതിക്കാരോടൊപ്പം ഇരുത്തില്ലെന്ന് സവർണ മേധാവികൾ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് അനിശ്ചിതകാലത്തേക്ക് സ്കൂൾ എന്ത് ചെയ്തു? അടച്ചിട്ടു. ഇതിൽ പ്രതിഷേധിച്ച് വെള്ളിക്കര ചോതി, കുറുമ്പൻ ദൈവത്താൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധ സമരങ്ങൾ തൽഫലമായി താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവരെ കണക്കാക്കിയിരുന്ന കുട്ടികളെ സ്കൂളിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആരാണിപ്പോ ഇത് പറഞ്ഞ ആരാണെന്ന് ചോദിക്കാറുണ്ടേ. ആരാണ്? അയ്യങ്കാളിയാണ്. സമൂഹത്തിലെ എല്ലാ വിഭാഗം കുട്ടികളും ഒന്നിച്ചിരുന്ന വിദ്യ നേടാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് കേരളത്തിലെ വിദ്യാഭ്യാസം ജനകീയവും സാർവത്രികവുമായി മാറി. ഭൂപരിഷ്കരണം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, മിഷണറിമാരുടെ ഇടപെടലുകൾ, ദേശീയ പ്രസ്ഥാനത്തിന്റെ വളർച്ച എന്നിവയാണ് ഇതിനെ സ്വാധീനിച്ച ഘടകങ്ങൾ എന്ന് പറയുന്നത്. നോക്കിക്കേ, എന്തൊക്കെയായിരിക്കും മറ്റു കാരണങ്ങൾ? അച്ചടി വന്നത്, ഗ്രന്ഥശാല പ്രസ്ഥാനം, സാക്ഷരതാ പ്രസ്ഥാനങ്ങൾ, അനൗപചാരിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, അധികാര വികേന്ദ്രീകരണം. ഇതൊക്കെ എന്തായിരുന്നു? നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസത്തിനെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സഹായിച്ച ഘടകങ്ങളാണ്.
ഗ്രന്ഥശാല പ്രവർത്തനം. PN പണിക്കർ. കേരളത്തിലെ ഏറ്റവും വലിയ സംഘടിത സാംസ്കാരിക പ്രസ്ഥാനമാണ് കേരളത്തിലെ ഗ്രന്ഥശാല പ്രവർത്തനം. 1829 തിരുവിതാംകൂർ രാജാവായിരുന്ന സ്വാതി തിരുനാൾ തിരുവനന്തപുരത്ത് പബ്ലിക് ലൈബ്രറിയാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല. പഠിച്ചു വെച്ചോ. 1829. ആരാണ് തിരുവനന്തപുരത്ത് ആദ്യത്തെ പബ്ലിക് ലൈബ്രറി കൊണ്ടുവരുന്നത്? സ്വാതി തിരുനാളാണ്. 1945 PN പണിക്കരുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിലെ ഗ്രന്ഥശാലകളുടെ സമ്മേളനത്തിൽ വെച്ച് രൂപപ്പെട്ട കൂട്ടായ്മയാണ് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ നേട്ടങ്ങളാണ് ഇനി പറയുന്നത്. ഭൂപരിഷ്കരണത്തിലൂടെ കൃഷിഭൂമി കർഷകന് ലഭ്യമായതോടെ കേരളത്തിൽ വിദ്യാഭ്യാസം ശക്തിപ്പെട്ടു. ഭൂപരിഷ്കരണ നിയമങ്ങൾ 1958 കേരള വിദ്യാഭ്യാസ നിയമം തുടങ്ങിയവയിലൂടെ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും സാർവത്രികവുമാക്കാൻ കേരളത്തിന് കഴിഞ്ഞു. ജനകീയ സാക്ഷരതാ പ്രവർത്തനത്തിന്റെ ഫലമായി 91 ഏപ്രിൽ 18 കേരളം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമായി മാറി. നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ 1989, 1990, 1991, 3 വർഷങ്ങൾ. എന്താണ് 80? ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരമായി കോട്ടയത്തെ പ്രഖ്യാപിച്ചു. ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ലയായി എറണാകുളം, അല്ലെ, എറണാകുളത്തെ പ്രഖ്യാപിക്കുന്നുണ്ട്. ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായിട്ട് കേരളവും വന്നു. ഇതാണ് ഏപ്രിൽ 18. 91 ഏപ്രിൽ 18 94 ഏപ്രിൽ 23. എന്താണ് 94 ഏപ്രിൽ 23? കേരള പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നതോടുകൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ അധികാരങ്ങൾ ലഭ്യമായി. ഓക്കെ, ഇതൊക്കെയാണ് വിദ്യാഭ്യാസത്തിന്റെ നേട്ടങ്ങൾ പറയുന്നത്. പിന്നെ നമുക്കറിയാം ഉന്നത വിദ്യാഭ്യാസം, അല്ലെ. എന്താണ്? കേരളത്തിലെ പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിൽ നേടിയ പുരോഗതി ക്രമേണ എന്ത് ചെയ്യപ്പെട്ടു? ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്കും വ്യാപിച്ചു. സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും സമഗ്രമാറ്റത്തിന് നേതൃത്വം നൽകാൻ ശേഷിയുള്ള യുവതലമുറയെ വാർത്തെടുക്കുക എന്നതാണ് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പൊതുവായ ലക്ഷ്യം. ശാസ്ത്ര സാങ്കേതിക മാനവിക വിഷയങ്ങളിൽ പ്രാവീണ്യം നേടുന്നതിനോടൊപ്പം ഗവേഷണവും നൂതനമായ കണ്ടെത്തലുകളും പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടും കൂടി മുൻനിർത്തിയാണ് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസം തുടങ്ങുന്നത്. കേരള സംസ്ഥാന രൂപീകരണ വേളയിൽ ഒരു കേരള സർവകലാശാല മാത്രമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ശാസ്ത്ര സാങ്കേതിക കാർഷിക ആരോഗ്യ മേഖലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് വിവിധ നമുക്കറിയാലേ, കാർഷിക സർവകലാശാലയുണ്ട്, സാങ്കേതിക സർവകലാശാലയുണ്ട്, അങ്ങനെ പല പല ടൈപ്പായിട്ട് വരുന്നുണ്ട്. കൂടാതെ തൊഴിൽ നൈപുണ്യം വികസിപ്പിക്കുന്നതിന്റെ ഫലമായിട്ട് പോളിടെക്നിക്കുകൾ, അതേപോലെ ITIകൾ ഒക്കെ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ആരോഗ്യ മേഖലയാണ് പറയുന്നത്. ആരോഗ്യ മേഖലയിലെ കുതിപ്പ് നമുക്കറിയാം. കണ്ട, നീതി ആയോഗിന്റെ ദേശീയ ആരോഗ്യ സൂചികയിൽ വീണ്ടും കേരളം മികവിൽ. ആ ഒരു ടൈമിൽ എല്ലാ പരീക്ഷകൾക്കും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. വികസിത രാജ്യങ്ങളോടുകൂടി കിടപിടിക്കത്തക്ക വിധത്തിലുള്ള പൊതുജന ആരോഗ്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതിനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺസ് എന്തൊക്കെയാണ്? അതായത് എന്തൊക്കെ കൊണ്ടാണ് നാം ആരോഗ്യ മേഖലയിൽ നേട്ടം വരിക്കാൻ? ശിശുമരണ നിരക്ക് കുറവാണ്, മാതൃമരണ നിരക്ക് ഉയർന്ന ആയുർദൈർഘ്യം, അതിവേഗം കുറയുന്ന ജനസംഖ്യാ വളർച്ചാ നിരക്ക്, ഇതൊക്കെയാണ് നമ്മുടെ ആരോഗ്യ മേഖല നമ്മൾ നല്ലതാണ് എന്ന് പറയാനുള്ള റീസൺസ് എന്ന് പറയുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങളിലൂടെയാണ് പ്രതിശീർഷ വരുമാനം കുറവായിരുന്നിട്ടും മാനവ വികസന സൂചികയിൽ ആഗോള നിലവാരത്തിലേക്ക് എത്താനായിട്ട് കേരളത്തിന് സഹായിക്കുന്നത്. 1965 നടപ്പിലാക്കിയ സാർവത്രിക പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ ദാരിദ്ര്യ ലഘൂകരണത്തിന് മറ്റ് സംസ്ഥാനങ്ങൾക്ക് കേരളം മാതൃകയായി. കൂടാതെ സ്ത്രീ ശാക്തീകരണ രംഗത്ത് കുടുംബശ്രീയിലൂടെയും പ്രാദേശിക ഭരണത്തിൽ വികേന്ദ്രീകൃത ആസൂത്രണത്തിലൂടെയും സാക്ഷരതയിൽ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി, കേരള സ്റ്റേറ്റ് ലിറ്ററസി മിഷൻ അതോറിറ്റിയുടെ പ്രവർത്തനത്തിലൂടെയും മുന്നേറ്റങ്ങൾ ഉണ്ടാകാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം കേരളം എന്ന് പറയുന്നത് മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് അത്യാവശ്യം നല്ല രീതിക്ക്, അല്ലെ, നമ്മുടെ ജീവിത നിലവാരം എന്ന് പറയുന്നത് വളരെയധികം ഉയർന്നതാണ്. അപ്പൊ പിന്നെ നമുക്ക് ഈ ഒരു ലോഗോ നിങ്ങൾ പഠിച്ചു വെക്കുക. ഒന്നായി മുന്നേറാം, ഇതാണ് എന്താ കുടുംബശ്രീയുടെ ആപ്തവാക്യമാണ്. അതും കൂടി പഠിച്ചു വെക്കുക. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അടുത്തൊരു ക്ലാസ് ആയിട്ട് മോക്ക് ടെസ്റ്റ് ആയിട്ട് തന്നെ കാണിച്ചു തരാം എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്ത് വന്നിരിക്കുന്നത് എന്നുള്ളത്. കാര്യം ഇപ്പൊ തന്നെ ഏകദേശം ഒരു 1 hour മേലെയായി ക്ലാസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും